വന്ദനം പറയുന്നു. കർത്താവദാസൻ പാസ്റ്റർ പ്രദീപ്, പാസ്റ്റർ ജിതിൻ, ഡോക്ടർ ബ്ലസ്സൻ നേമന്, അങ്ങനെ എല്ലാവരെയും ഓർത്ത് സ്തോത്രം ചെയ്യുന്നു. കർത്താവ് എല്ലാവരെയും ധാരാളമായി അനുഗ്രഹിക്കട്ടെ. 2 തെസ്സലോനിക്ക ലേഖനത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കുകയാണ്. ദയവായി ബൈബിൾ തുറന്നാട്ട് 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം നമുക്ക് വായിക്കാം. 2 തെസ്സലോനിക്ക ലേഖനം 2-ാം അധ്യായം 14-ാമത്തെ വാക്യം. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. വാക്യം നമുക്ക് ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് ഉച്ചത്തിലൊന്ന് പറഞ്ഞ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. പ്രിയപിതാവേ, അവിടുത്തെ സാന്നിധ്യത്തിന് സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ ഞങ്ങളുടെ നടുവിൽ ഇറങ്ങി വരണം. തിരുവെഴുത്തുകളെ തിരിച്ചറിയാൻ ഞങ്ങളുടെ ബുദ്ധിയെ കർത്താവ് പ്രകാശിപ്പിക്കണം. പരിശുദ്ധാത്മാവേ, ഇത് അങ്ങയുടെ സമയമാണ്. അങ്ങ് ചലിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ, ആമേൻ. എല്ലാവരും കൂടെ ചേർന്ന വാക്യം ഒന്നുകൂടെ പറഞ്ഞാട്ടെ. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്. 2 പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ വാക്യത്തിനകത്ത് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അതിൽ ഒന്നാമത്തെ കാര്യം, നമ്മെ വിളിച്ച വിളിയാണ്. എങ്ങനെ നമ്മളെ വിളിച്ചത്? സുവിശേഷ ഘോഷണത്താൽ. എന്തിനാണ് നമ്മളെ വിളിച്ചത്? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ്, എന്തിനാ നമ്മളെ വിളിച്ചേക്കുന്നത്? കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. പോരാ, എല്ലാവരും പറഞ്ഞില്ല. എന്തിനെ വിളിച്ചേ? നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ. വാസ്തവത്തില് എന്താണ് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം എന്ന് പറയുന്നത്? ആദ്യം നമ്മൾ ആ പദത്തെ മനസ്സിലാക്കണം. എല്ലാവരും കൂടെ ഒന്ന് പറഞ്ഞ, മഹത്വം. എന്താണ് മഹത്വം? എബ്രായ ബൈബിളിൽ അത് കാബോധാണ്. ഗ്രീക്കിൽ അത് ഡോക്സയാണ്. ഇംഗ്ലീഷിൽ അത് ഗ്ലോറിയാണ്. മലയാളത്തിൽ അത് മഹത്വമാണ്. മലയാളത്തിൽ മറ്റൊരു പദം കൂടെയുണ്ട്, തേജസ്. തേജസ്സും മഹത്വവും സത്യത്തിൽ ഒന്നാണ്. ഇനി എന്താണ് ഈ മഹത്വം, അല്ലെങ്കിൽ ഗ്ലോറി, അല്ലെങ്കിൽ കാബോധ്, അല്ലെങ്കിൽ ഡോക്സ? അവയ്ക്ക് നമുക്ക് ഏതാണ്ട് ഒരു 5-ൽ പരം അർത്ഥങ്ങൾ കൊടുക്കാം. അവയെ സ്പ്ലെൻഡർ എന്ന് വിളിക്കാം, അവയെ ബ്രൈറ്റ്നസ് എന്ന് വിളിക്കാം, അവയെ എക്സലൻസ് എന്ന് വിളിക്കാം, അവയെ മജസ്റ്റി എന്ന് വിളിക്കാം, അവയെ ഡിഗ്നിറ്റി എന്ന് വിളിക്കാം. ഇനി ഇതിനെല്ലാം മലയാള അർത്ഥങ്ങളുണ്ട്. വാസ്തവത്തിൽ മലയാളത്തിൽ നമ്മളത് മനസ്സിലാക്കുമ്പോഴേ ഇതിന്റെ വലിപ്പം എന്താണെന്ന് നമ്മൾ ശരിക്കും മനസ്സിലാക്കുന്നത്. ഗാംഭീര്യം, ശോഭ, ഭാസുരത്വം, പ്രതാപശക്തി, തിളക്കം, തെളിച്ചം, മേന്മ, ഉത്കൃഷ്ടത, പ്രഭാവം, കുലീനത, മാഹാത്മ്യം, ഐശ്വര്യം, വല്ലഭത്വം എന്നൊക്കെ നമുക്കിതിനെ വിളിക്കാം. സത്യത്തിൽ ആ ഓരോ വാക്കുകളും പറയുമ്പോൾ നമ്മൾ പ്രാപിക്കാനിരിക്കുന്നതിന്റെ ശ്രേഷ്ഠത അസാധാരണമായ വിധത്തിൽ നമ്മുടെ മുൻപിൽ റിവീലാണ്. ഒന്നുകൂടെ ആ വാക്യം എന്ന് പറഞ്ഞ്, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാനല്ലോ അവൻ ഞങ്ങളുടെ സുവിശേഷ ഘോഷണത്താൽ നിങ്ങളെ രക്ഷയ്ക്ക് വിളിച്ചത്.
യേശു ക്രിസ്തുവിലുള്ള മഹത്വം എന്താണ്? അത് നമ്മൾ മനസ്സിലാക്കുന്ന ഒരു വാക്യമാണ് ഈ 1 തിമോഥെയോസിന്റെ ലേഖനം 6-ാം അധ്യായം 15-ാമത്തെ വാക്യവും 16-ാമത്തെ വാക്യവും. നിങ്ങൾ ആ ഭാഗം ഒന്ന് വായിച്ചേ. ധന്യനായ ഏകാധിപതിയും, കണ്ടോ വാക്യം, രാജാതി രാജാവും കർത്താതി കർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനായി അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനുമായവൻ. വാസ്തവത്തിൽ ഇത് ദൈവത്തെ കുറിച്ചുള്ള ഒരു ഭയങ്കര നിർവചനം. സത്യത്തിൽ ദൈവശാസ്ത്രം പഠിക്കുമ്പോ ഈ വാക്യം മനഃപ്പാഠം പഠിച്ചിരിക്കണം. എല്ലാരും കൂടെ ചേർന്നൊന്ന് പറഞ്ഞ് ദൈവത്തെ കുറിച്ച് പറയുന്ന ആ വാക്കുകളാ. എല്ലാരും കൂടെ ചേർന്നെന്ന് പറഞ്ഞ് ധന്യനായി ഏകാധിപതി. ഉച്ചത്തിൽ പറഞ്ഞ് പറഞ്ഞു ധന്യനായ ഏകാധിപതി. ഒരുമിച്ച് പറ. രാജാതി രാജാവ്, പിന്നെ കർത്താതി കർത്താവ്. അടുത്തത് താൻ മാത്രം അമർത്യതയുള്ളവനും അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവനും മനുഷ്യരാരും കാണാത്തവനും കാണാൻ കഴിയാത്തവനും. ഈ വാക്യം നിങ്ങളൊന്ന് കാണാതെ പഠിച്ചോണം കേട്ടോ. ദൈവത്തെ കുറിച്ചുള്ള നിർവചനം. അതിന് നമ്മുടെ വിഷയവുമായി ബന്ധപ്പെട്ട് അതിൽ ശ്രദ്ധിക്കേണ്ടുന്ന ഒരു പദമുണ്ട്. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. എല്ലാരും കൂടെ ഒന്ന് പറഞ്ഞേ, ഒന്നുകൂടെ പറഞ്ഞേ. അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ. ഇംഗ്ലീഷ് വേർഡ് dwelling in the light which no man can approach. ഒരു മനുഷ്യനും അങ്ങോട്ട് അപ്രോച്ച് ചെയ്യാൻ കഴിയാത്ത വെളിച്ചത്തിൽ വസിക്കുന്നു. അതെന്താ ഈ അപ്രോച്ച് ചെയ്യാൻ കഴിയാത്ത വെളിച്ചം? അത് മറ്റു ചില പരിഭാഷകളിൽ എഴുതിയിരിക്കുന്നത് he lives in the light so bright that people cannot go near it. ഒരു മനുഷ്യനും അങ്ങോട്ട് അടുക്കാൻ കഴിയുന്നതിനേക്കാൾ വെളിച്ചത്തിൽ വസിക്കുന്ന ദൈവം. ഉദാഹരണം പറയാം. ഈ ലൈറ്റിലോട്ട് ഒരു 10 സെക്കൻഡ് ഒന്ന് നോക്കി. ഒരു 10 സെക്കൻഡ് നോക്കി. ഇനി ഈ സദസ്സിലോട്ട് നോക്കി. വല്ലതും കാണാൻ പറ്റുന്നുണ്ടോ? അതെ, ഈ എനിക്ക് തോന്നുന്ന 50 വോൾട്ടിന്റെ ലൈറ്റായി. 50 വോൾട്ടിന്റെ ലൈറ്റായി. ഈ 50 വോൾട്ടിന്റെ ലൈറ്റ് പോലും ഒരു 10 സെക്കൻഡ് നോക്കിയിട്ട് പിന്നീട് നിങ്ങളിലേക്ക് നോക്കുമ്പോ എല്ലാവരുടെ മുഖം ഒരുമാതിരി കറുത്തിരുണ്ടിരിക്കുക, കാണാൻ പറ്റില്ല. വാസ്തവത്തിൽ പ്രകാശത്തിന്റെ തീവ്രതയിൽ നമുക്ക് കാഴ്ചയല്ല ഉണ്ടാകുന്നത്. പ്രകാശത്തിന്റെ തീവ്രതയിൽ നമുക്ക് അന്ധത ഉണ്ടാകുന്നത്. പിടികിട്ടുന്നുണ്ടോ? അതുകൊണ്ട് അടുത്തുകൂടാത്ത വെളിച്ചത്തിൽ വസിക്കുന്നവൻ എന്ന് പറയുന്നത്, നമ്മൾ അങ്ങോട്ട് അടുക്കുന്നോറും നമുക്ക് നമ്മുടെ കണ്ണുകൾക്ക് ആ വെളിച്ചത്തിന്റെ തീവ്രതയെ ഉൾക്കൊള്ളാനായിട്ട് പറ്റത്തില്ല. അപ്പൊ ദൈവം എവിടെ വസിക്കുന്നത്? ദൈവം വെളിച്ചത്തിലാണ് വസിക്കുന്നത്. അത് അടുത്തുകൂടാത്ത വെളിച്ചം. ആ വെളിച്ചത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലോറി. കേട്ടോ? ദൈവം ഇരിക്കുന്ന അടുത്തുകൂടാത്ത വെളിച്ചത്തെ വിളിക്കുന്ന പേരാണ് ഗ്ലോറി. ദൈവം ആ വെളിച്ചത്തിലാണ് വസിക്കുന്നത് എന്ന് പറയാനായിട്ട് വേറെ ചില വാക്യങ്ങളൂടെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ കൊണ്ടുവരാം. സങ്കീർത്തനം 104:2 വായിക്കുന്നു, നീ പ്രകാശത്തെ വസ്ത്രം പോലെ ധരിച്ചിരിക്കുക. ദൈവം പ്രകാശത്തെ എങ്ങനെയാ ധരിച്ചേക്കുന്നത്? ഉച്ചത്തിൽ പറ. ദൈവം പ്രകാശത്തെ എങ്ങനെയാ ധരിച്ചിരിക്കുന്നത്? വസ്ത്രം പോലെ. അതാണ് ഗ്ലോറി എന്ന് പറയുന്നത്. നമുക്കിനി അതൊന്ന് അല്പം കൂടെ ഒന്ന് നിർവചിക്കാൻ വേണ്ടി ഞാൻ അല്പം കൂടെ കാര്യമായിട്ട് പറയാം. നിങ്ങളിടയ്ക്ക് വാക്യം കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ഒന്ന് നോക്കിക്കോണം കേട്ടോ. കാരണം ഈ ബൈബിളും കൊണ്ട് വരുന്ന ശീലം നമുക്കില്ല. ഇനി വന്നാലൊട്ട് തുറക്കത്തില്ല, തുറക്കേണ്ടത് തുറക്കത്തില്ല. ഇതൊക്കെ നമ്മുടെ പ്രകൃതമായതുകൊണ്ട് ഇടയ്ക്ക് സ്ക്രീനിൽ കൂടെ നോക്കിക്കോണം. ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് പോളിന്റെ മാനസാന്തരവുമായി ബന്ധപ്പെട്ട് അദ്ദേഹം പറയുന്ന ഒരു ഭാഗമുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 26:13 വാക്യം. അവിടെ വായിക്കുന്നു, രാജാവേ, നട്ടുച്ചയ്ക്ക് ഞാൻ വഴിയിൽ വെച്ച് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം ആകാശത്തിൽ നിന്ന് എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെയും
ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. എന്നാ കണ്ടേ? സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം. എല്ലാരും കൂടെ ചേർന്ന് പറഞ്ഞു. എന്നാ വെളിച്ചത്തെയാ കണ്ടത്? സൂര്യന്റെ നിങ്ങളൊരു മാതിരി ചെട്ടിക്കമ്പനി പൊട്ടിയതുപോലാണല്ലോ ഇരിക്കുന്നത്. ഞാൻ ഏതൊരു സെമിത്തേരിൽ നിന്ന് പ്രസംഗിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നത്. ഓ ഹല്ലേലൂയ. ബഹളം കാണണമെങ്കിൽ ഫുഡ് ഓപ്പൺ ആകുമ്പോ അങ്ങോട്ട് ചെല്ലണം. അപ്പൊ അറിയാം എന്നാ ബഹളാണെന്ന്. ഒന്ന് പ്രതികരിച്ചു തുടങ്ങി. എന്നെ കണ്ടത്? നട്ടുച്ചയ്ക്ക് സൂര്യന്റെ പ്രകാശത്തെ കവിഞ്ഞൊരു വെളിച്ചം എന്നെയും എന്നോടുകൂടെ യാത്ര ചെയ്യുന്നവരെ ചുറ്റി പ്രകാശിക്കുന്നത് കണ്ടു. മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? മിഡിൽ ഈസ്റ്റിൽ നിന്ന് വന്ന ആരെങ്കിലും ഉണ്ടോ? മിഡിൽ ഈസ്റ്റിൽ. ഓക്കെ. ഞാൻ എന്റെ യാത്രയിൽ ഞാൻ കണ്ട ഒരു കാര്യം, ഏറ്റവും അധികം സൂര്യൻ ബ്രൈറ്റ് ആയിട്ട് പ്രകാശിക്കുന്ന ഇടം മിഡിൽ ഈസ്റ്റ് ആണ്. സ്തോത്രം. ഒരു 12 മണിയൊക്കെ ആകുമ്പോ പുറത്തോട്ട് ഇറങ്ങിയാല് ആ പ്രകാശം നിമിത്തം നമുക്ക് ശരിക്കും ഇതിന് സൂക്ഷിച്ചു പോലും നോക്കാൻ പറ്റാത്ത അത്ര ബ്രൈറ്റ്നെസ് ആണ്. ഈ പൗലോസ് ഏതാണ്ട് മിഡിൽ ഈസ്റ്റിലാണ് നിൽക്കുന്നത്, ഡമസ്കോസിന്റെ പടിവാതിൽക്കൽ. അപ്പൊ അദ്ദേഹം പറയുകയാണ്, ആ നട്ടുച്ച സൂര്യനെ കവർ ചെയ്യുന്ന ഒരു വെളിച്ചം. ഇവിടെ ഇപ്പൊ ഇത്ര ഇലക്ട്രോൺ ഉണ്ടല്ലോ, ഇവിടെ ഒരു ഫ്ലാഷ് മിന്നിയാൽ ആ ഫ്ലാഷ് നമ്മുടെ എല്ലാവരുടെയും ശ്രദ്ധയ്ക്കകത്ത് വരുന്നത് പോലെ നട്ടുച്ച സൂര്യനെ കവർ ചെയ്യുന്ന ഒരു വെളിച്ചം ചുറ്റി മിന്നി. അതിനെ വിളിക്കുന്ന പേരാണ് ഗ്ലോറി. കേൾക്കുന്നവരുണ്ടെങ്കിലോ രാമേ പറഞ്ഞാണ്. ഈ പല സന്ദർഭങ്ങളിലും സൂര്യനെ അതിന്റെ തേജസ്സുമായിട്ട് താരതമ്യം ചെയ്താണ് ഗ്ലോറിയെ പറഞ്ഞിരിക്കുന്നത്. അത് മനസ്സിലാക്കാൻ ഞാൻ 1-2 വാക്യങ്ങൾ പറയാം. യെശയ്യാ പ്രവചനം 24-ാം അധ്യായം 23-ാമത്തെ വാക്യം വായിക്കുമ്പോ അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, മൂപ്പന്മാരുടെ മുൻപിൽ തേജസ് ഉണ്ടാകിയാൽ ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. കേൾക്കുന്നുണ്ടോ? ചന്ദ്രൻ നാണിക്കുകയും സൂര്യൻ ലജ്ജിക്കുകയും ചെയ്യും. എപ്പോഴാ? മൂപ്പന്മാരുടെ മുൻപിൽ തേജസ് ഉണ്ടാകുമ്പോൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തേജസ്സിന്റെ മുൻപിൽ ചന്ദ്രന് നാണം വരും, തേജസ്സിന്റെ മുൻപിൽ സൂര്യന് ലജ്ജയും വരും. അപ്പോ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ, അങ്ങനെയാണ് ഗ്ലോറി എന്തായിരിക്കും? ഓ, ഈ സൂര്യനും ഗ്ലോറിയും തമ്മിലുള്ള ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് അല്പം കൂടെ മനസ്സിലാകാൻ വേണ്ടി ഞാൻ വേറൊരു റെഫറൻസ് കൂടെ പറയാം. യെശയ്യാ പ്രവചനം ഈ 30-ാം അധ്യായം അതിന്റെ 26-ാമത്തെ വാക്യമാണ്. യെശയ്യാ പ്രവചനം 30-ാം അധ്യായം 26-ാമത്തെ വാക്യം. അവിടെ എന്താ നമ്മൾ വായിക്കുന്നത്? യഹോവ തന്റെ ജനത്തിന്റെ മുറിവ് കെട്ടുകയും അവരുടെ അടിപ്പിണർ പൊറുപ്പിക്കുകയും ചെയ്യുന്ന നാളിൽ ചന്ദ്രന്റെ പ്രകാശം സൂര്യന്റെ പ്രകാശം പോലെയാണ്. സൂര്യന്റെ പ്രകാശം 7 പകലിന്റെ പ്രകാശം പോലെ 7 ഇരട്ടിയാകും. എന്നോടൊപ്പം വരണേ. വാസ്തവത്തില് നിത്യതയിലെ ഒരു രാത്രി നമ്മുടെ പകൽ പോലെ ഇരിക്കും. അപ്പൊ നിങ്ങൾ പുറത്തോട്ട് ഇറങ്ങിയാൽ അല്ലെങ്കിൽ ഡോർ തുറന്ന് നോക്കിയാൽ പുറത്ത് കാണുന്ന വെളിച്ചം പോലെ ആയിരിക്കും നിത്യതയിലെ ഒരു രാത്രി. നിത്യതയിലെ ഒരു പകൽ അവിടെ പറയുന്നു 7 പകലുകൾ ഒരുമിച്ച് പ്രകാശിച്ചാൽ എങ്ങനെയായിരിക്കും? അതുപോലെ ആയിരിക്കും നിത്യതയിലെ ഒരു പകൽ. കേൾക്കുന്നുണ്ടെങ്കിൽ ഒരാമേ പറ. കാര്യം എന്താണെന്നറിയോ? അവിടെ ഗ്ലോറി റിലീസ് ആകുന്നു. പൗലോസ് പറയുക, കുഞ്ഞുങ്ങളെ, നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇത് പ്രാപിക്കാൻ വേണ്ടിയാണ്. നമ്മളെ വിളിച്ചിരിക്കുന്നത് UK വീസ ശരിയാകാൻ വേണ്ടിയല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇവിടെ ഏതെങ്കിലും ഒരു നല്ല ബ്രാൻഡിന്റെ കാറ് വാങ്ങാൻ വേണ്ടിയല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് ഇവിടെ ഒരു നല്ല വീട് വാങ്ങാൻ വേണ്ടിയല്ല. നമ്മളെ വിളിച്ചിരിക്കുന്നത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കാൻ വേണ്ടിയാണ്. ഓ, ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മേൽ കത്തി ഇറങ്ങുന്ന ഒരു വല്ലാത്ത പ്രഭ, ഒരു വല്ലാത്ത വെളിച്ചം നിങ്ങൾക്കത് ആത്മാവിൽ ഒന്ന് കാണാൻ പറ്റുമോ? ഇത് പ്രാപിക്കാൻ വേണ്ടിയാ കർത്താവ് നമ്മളെ വിളിച്ചേക്കുന്നത്. സ്തോത്രം, സ്തോത്രം. ഇവിടെ വൈകുന്ന മോനെ നീ ഞാൻ മിഠായി മേടിച്ചു തരാം, അവിടെ പോയി നിൽക്കും. യോഗ കഴിയുമ്പോൾ ഉറപ്പാ ഞാൻ മിഠായി മേടിച്ചു തരാം. സ്തോത്രം, സ്തോത്രം. നമ്മളെ എന്തിനാ വിളിച്ചേ? പറഞ്ഞു. നമ്മളെ എന്തിനാ വിളിച്ചേ?
നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിക്കുവാൻ കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. ഒന്നുകൂടെ പറ, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ എന്ന് പറഞ്ഞാൽ അവിടുന്ന് ഇപ്പൊ എവിടെ ഇരിക്കുന്നത്? അടുത്തു കൂടാത്ത വെളിച്ചത്തിലാണ്. ആ ഗ്ലോറി പ്രാപിക്കാൻ വേണ്ടിയാണ് തന്റെ സുവിശേഷ ഘോഷണത്താൽ നമ്മളെ കർത്താവ് രക്ഷയ്ക്ക് വിളിച്ചേക്കുന്നത്. നമ്മളെ കർത്താവ് രക്ഷയ്ക്ക് വിളിച്ചിരിക്കുന്നു. എന്റെ പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് നമ്മുടെ അപ്പച്ചന്മാരൊക്കെ എപ്പോഴും ഈ ഗ്ലോറിയെ കുറിച്ച് അവർ സംസാരിച്ചത്. അവരുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണെന്നറിയോ? ഈ ഗ്ലോറി പ്രാപിക്കണമെന്നുള്ളതാണ്. തേജസ്സിലേശുവിൻ പൊന്മുഖം ഞാൻ കാണും കാലമേറ്റം ആസന്നമേ. പഠിക്കേ, തേജസ്സിൽ ആനന്ദമേ ആദൻ പ്രത്യാശയിൻ പ്രഭാതമേ ആദൻ തേജസ്സിൽ യേശുവിന്റെ പൊന്മുഖം കാണണം. അതാണ് എന്റെ ആശ. ഇത് നമ്മുടെ അപ്പച്ചന്മാര് പറഞ്ഞ കാര്യമാണ്. അതാണ് എന്റെ ആശ. ഹല്ലേലൂയ. എനിക്ക് ഈ പൊന്മുഖം ഒന്ന് കാണണം. എനിക്ക് ആ തേജസ് ഒന്ന് കാണണം. നമ്മുടെ കാലഘട്ടത്തിലേക്ക് വന്നപ്പോ ദീപസ്തംഭം മഹാശ്ചര്യം. എനിക്കും കിട്ടണം പണം. നമുക്ക് എങ്ങനെയും കുറച്ച് വിടുതൽ പ്രാപിച്ച് ഇവിടെ ഇങ്ങനെ രാജാക്കന്മാരെ പോലെ വാഴണം. അതിന്റെ കാരണം നമ്മൾ ഗ്ലോറിയെ വേണ്ടുന്നത് പോലെ കണ്ടിട്ടില്ല. അതുകൊണ്ടാണ് എന്റെ പ്രിയപ്പെട്ടവരെ, ഗ്ലോറിയെ ശരിക്കും നമ്മൾ മനസ്സിലാക്കാൻ തുടങ്ങിയ മറ്റൊന്നും ഗ്ലോറി ടു ഗോഡ്. ശബ്ദം ഉയർത്തിയ രാമേ പറഞ്ഞാണ് പോരാ, ഒരിക്കൽ കൂടെ. ഹല്ലേലൂയ. ഗ്ലോറി കണ്ടാൽ പിന്നെ മറ്റൊന്നിനും നമ്മൾ തൃപ്തരാകത്തില്ല. ഗ്ലോറി കണ്ടാൽ പിന്നെ വേറൊന്നിലേക്ക് നമ്മൾ നോക്കത്തില്ല. അതുകൊണ്ടാണ് പറഞ്ഞത്, നമുക്ക് എങ്ങനെയെങ്കിലും ആ ഗ്ലോറി ഒന്ന് പ്രാപിച്ചാൽ മതി. ശബ്ദം ഉയർത്തി ഒരിക്കൽ കൂടെ. നമ്മളെ എന്തിനാ കർത്താവ് വിളിച്ചത്? മഹത്വം പ്രാപിക്കാൻ. ഹല്ലേലൂയ. എന്റെ സഹോദരങ്ങളെ, ഇത്രയും ചെറുപ്പക്കാരുണ്ടല്ലോ, നമ്മുടെ അകത്ത് കത്തേണ്ടുന്ന ബോധ്യം ഈ മഹത്വത്തിന്റെ ബോധ്യം. ജീസസ്. ഞാനതൊന്ന് പറഞ്ഞത് മനസ്സിലാക്കാൻ വേണ്ടി നിങ്ങളോട് പറയാം. ഈ പഴയ നിയമത്തിൽ പുതിയ നിയമത്തിലും പല അഭിഷക്തന്മാരും ഈ മഹത്വം കണ്ടിട്ടുണ്ട്. അവര് കണ്ടിട്ട് അതിനെക്കുറിച്ച് നിർവചിച്ചിട്ടുണ്ട്. ഹബക്കൂക്കിന്റെ പ്രവചനം 3-ാം അധ്യായം 3-4 വാക്യം വായിക്കുമ്പോ ഹബക്കൂക്ക് ഈ മഹത്വം കണ്ടിട്ട് ഹബക്കൂക്ക് അതിനെക്കുറിച്ച് പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്. വിശേഷിച്ച് 4-ാം വാക്യം നോക്കി. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. അതുകൊണ്ട് സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു. മലയാളത്തിലാണ് സൂര്യപ്രകാശം പോലെ ഒരു ശോഭ ഉളവായി വരുന്നു എന്ന് പറയുന്നത്. എന്നാൽ ഇംഗ്ലീഷ് ബൈബിളിലേക്ക് വരുമ്പോ അത് അല്പം വ്യത്യസ്തപ്പെട്ടാണ് പറയുന്നത്. അവിടെ എഴുതിയിരിക്കുന്നത് your glory shone like sun. സ്തോത്രം. സൂര്യപ്രകാശം പോലെ ഒരു ശോഭ എന്നല്ല, your glory. അത് ഹബക്കൂക്ക് ഗ്ലോറിയെ കണ്ടപ്പോ ആ ഗ്ലോറി അദ്ദേഹം നിർവചിച്ചത് എങ്ങനെയാണെന്നറിയോ? അത് സൂര്യപ്രകാശം പോലെ ഇരിക്കുന്നെന്ന് രാമേ പറഞ്ഞു. എങ്ങനെ ഇരിക്കുന്നേ? അത് സൂര്യപ്രകാശം പോലെ ഇരിക്കുന്നു. ഇയ്യോബ് ഈ ഗ്ലോറിയെ കണ്ടപ്പോ ഇയ്യോബ് ആ ഗ്ലോറിയെ കുറിച്ച് പറഞ്ഞത് ഇയ്യോബിന്റെ പുസ്തകം 37:22 അവിടെ വായിക്കുന്നു, സ്വർണ്ണ ശോഭ പോലെ ആ ഗ്ലോറി വരുന്നുണ്ട്.
സ്വർണ്ണ ശോഭ പോലെ. ഹല്ലേലൂയ. ആ ഗ്ലോറി അദ്ദേഹം വിളിച്ചിരിക്കുന്ന പേര് സ്വർണ്ണ ശോഭ. അപ്പൊ രണ്ട് കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. ഒന്ന്, സൂര്യപ്രകാശം പോലെ. രണ്ട്, സ്വർണ്ണ ശോഭ പോലെ. ഈ സ്വർണ്ണ ശോഭ എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കണം, ഈ ആഭരണം ഉണ്ടാക്കുന്നിടത്ത് പോയിട്ടുണ്ടോ? ഉണ്ട്. അപ്പൊ ഈ തീക്കകത്തോട്ട് ഈ ഗോൾഡ് വീഴുമ്പോ, ആ ഗോൾഡിന് തീ പിടിക്കുന്ന സമയത്ത് ഗോൾഡ് കത്തുമ്പോ ഉണ്ടാകുന്ന തീയുടെ ഒരു വെളിച്ചം ഉണ്ടല്ലോ, അതാണ് ഈ സ്വർണ്ണ ശോഭ എന്ന് പറയുന്നത്. അങ്ങനെ ഒരു വാക്യമുണ്ട് ബൈബിളില്. അത് യെഹെസ്കേൽ പ്രവചനം 1-ാം അധ്യായത്തിന്റെ 27-ാമത്തെ വാക്യമാണ്. അത് വാസ്തവത്തില് മലയാളം ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അത്ര കാര്യമായിട്ട് മനസ്സിലാകുന്നില്ല. എന്നാൽ കണ്ടംപററി ഇംഗ്ലീഷ് വേർഷൻ CEV എന്ന് പറയുന്ന ഒരു പരിഭാഷയുണ്ട്. അതിനകത്ത് എഴുതിയിരിക്കുന്നത് ഇറ്റ് വാസ് ഗ്ലോയിങ് ലൈക്ക് മെറ്റൽ ഇൻ എ ഹോട്ട് ഫർണസ് എന്നാണ് പറയുന്നത്. ഇറ്റ് വാസ് ഗ്ലോയിങ് ലൈക്ക് എ മെറ്റൽ ഇൻ എ ഹോട്ട് ഫർണസ്. ഹോട്ട് ഫർണസിനകത്ത് ഗോൾഡ് വീഴുമ്പോ അതിന് തീ പിടിക്കുമ്പോൾ ഉണ്ടാകുന്ന ജ്വാല എങ്ങനെയാണോ അതാണ് ഗ്ലോറി. ഇത് ഇയ്യോബിന്റെ ഭാഷ്യമാണ്, ഇത് യെഹെസ്കേലിന്റെ ഭാഷ്യമാണ്. ഇനി പുറപ്പാട് പുസ്തകത്തിൽ ഇസ്രായേൽ ജനം ഈ ഗ്ലോറിയെ കണ്ടിട്ട് പറഞ്ഞ ഒരു വാക്കുണ്ട്. അത് പുറപ്പാട് പുസ്തകം 24:17 അവിടെ വായിക്കുന്നത്, യഹോവയുടെ തേജസ്സിന്റെ കാഴ്ച പർവ്വതത്തിന്റെ മുകളിൽ കത്തുന്ന തീ പോലെയായി. ആ വാക്യം കണ്ടോ? എങ്ങനെയായിരുന്നു? കത്തുന്ന തീ പോലെ. ഹലോ, തീ കണ്ടിട്ടില്ലേ? തീയുടെ ജ്വാല എങ്ങനെ? അതുപോലെയാണ് ഗ്ലോറി എന്ന് അവര് പറഞ്ഞത്. അപ്പൊ മഹത്വം കണ്ട 3 പേര് 3 കൂട്ടര് പറഞ്ഞ 3 കാര്യങ്ങള് നമ്മൾ പറഞ്ഞു. ഒന്ന്, അത് സൂര്യപ്രകാശം പോലെയാണ്. രണ്ട്, അത് സ്വർണ്ണ ശോഭ പോലെ. 3, അത് കത്തുന്ന തീ പോലെ. വാസ്തവത്തിൽ ഗ്ലോറിയെ കുറിച്ച് നമ്മൾ ഒന്ന് മനസ്സിലാക്കിയാൽ, ഒരു യെല്ലോ ഷെയ്ഡുള്ള ഒരു തീവ്രമായ പ്രകാശം. തീ എടുത്താലും സൂര്യപ്രകാശം എടുത്താലും ഇനിയും സ്വർണ്ണശോഭ എന്ന് പറഞ്ഞാലും അതിനെല്ലാം ഒരു യെല്ലോ ഷെയ്ഡുണ്ട്. ഇവിടെ ഉപയോഗിക്കുന്ന ലൈറ്റ് ഉണ്ടല്ലോ, ഈ ലൈറ്റ്, ഇത് വാസ്തവത്തിൽ വീഡിയോഗ്രാഫിക്ക് കൊള്ളാവുന്ന ലൈറ്റ് അല്ല. ഈ പ്രകാശത്തിൽ വീഡിയോ എടുക്കുമ്പോൾ ഒരുതരം നമ്മുടെ സ്കിന്നൊക്കെ കറുത്തിരിക്കും. അതുകൊണ്ട് നോർമലി വീഡിയോ എടുക്കുമ്പോൾ വാം വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. ഏത് വീഡിയോഗ്രാഫി നിങ്ങൾ നോക്കിയാലും വാം വൈറ്റ് ആണ് ഉപയോഗിക്കുന്നത്. അത് നമ്മുടെ സ്കിൻ ടോൺ കുറച്ചുകൂടെ നന്നായിട്ട് കാണിക്കും. അതാണ് ഈ സൂര്യന്റെ പ്രകാശത്തിലൊക്കെ ഫോട്ടോസ് ഒക്കെ എടുക്കുമ്പോൾ കുറച്ചുകൂടെ ഒരു നല്ലതുപോലെ തോന്നുന്നതാണ്. ആ വാം വൈറ്റിലാണ് അത് കുറച്ചുകൂടെ തിളങ്ങുന്നത്. ഇതുപോലെയാണ് ഹല്ലേലൂയ ഗ്ലോറിയെ കുറിച്ച് ഈ പറഞ്ഞതെല്ലാം ഒരു തരം യെല്ലോ ഷെയ്ഡാണ് ആ പ്രഭ. പൗലോസ് പറയുക, കുഞ്ഞുങ്ങളെ, നമ്മളെ ഇത് പ്രാപിക്കാൻ വേണ്ടിയാ കർത്താവ് വിളിച്ചേക്കുന്നത്. ചേർന്നൊരാമേൻ പറഞ്ഞു. സത്യത്തില് നമ്മൾ ഈ മഹത്വത്തിലേക്ക് സ്റ്റെപ്പ് വെക്കുന്നത് ഒരു ദിവസം കൊണ്ടല്ല. ഇതൊരു വലിയ പ്രോസസ്സാണ്. ഗ്ലോറിക്കകത്തേക്ക് നമ്മൾ സ്റ്റെപ്പ് വെക്കുന്നത് ഒരു വലിയ പ്രോസസ്സാണ്. ഞാനതൊരു വലിയ പ്രോസസ് എന്ന് പറയുമ്പോൾ റോമാലേഖനം 8-ാം അധ്യായത്തിന്റെ 29-30 വാക്യങ്ങൾ നിങ്ങൾ വായിക്കണം. അവിടെ അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചു. അടുത്തത്, മുൻനിയമിച്ചവരെ വിളിച്ചു, വിളിച്ചവരെ നീതീകരിച്ചു, നീതീകരിച്ചവരെ തേജസ്കരിച്ചു ഇരിക്കുന്നു. അപ്പൊ 5 കൂട്ടം കാര്യങ്ങൾ അവിടെ നമ്മൾ റോമാലേഖനത്തിൽ എത്തി. നമ്മള് സ്വതന്ത്രം പെട്ടെന്ന് എന്റെ കൂടെ വരണേ. അപ്പൊ 5 കൂട്ടം കാര്യങ്ങൾ അവിടെ നമുക്ക് കാണാം. 1, മുന്നറിഞ്ഞു. 2, മുൻനിയമിച്ചു. 3, വിളിച്ചു. 4, നീതീകരിച്ചു. 5, തേജസ്കരിച്ചു. സ്വതന്ത്രം എന്നോടൊപ്പം വരണേ. ഇവിടെ നോക്കി, ഞാൻ മിഠായി മേടിച്ചു തരാം. സ്വതന്ത്രം.
ഹല്ലേലൂയ. ഞാൻ ഈ പറയുന്ന വാക്യങ്ങൾ തൊട്ടടുത്ത് കാണാം, വാക്യത്തിൽ നോക്കിയാൽ മതി. ഓക്കെ, അപ്പൊ എന്തൊക്കെയാ സംഭവിച്ചത്? ഇവിടെ ശ്രദ്ധിച്ചേ. നമ്മൾ ക്രിസ്തുവിനെ കൂടാതെ ഉള്ളവരായിരുന്നു. നമ്മൾ കർത്താവുമായിട്ട് ബന്ധമില്ലാത്തവരായിരുന്നു. നമ്മളെ ഈ ഗ്ലോറിയിലേക്ക് കൊണ്ടുവരുവാൻ വേണ്ടി ഒരു വലിയ വലിയ സ്റ്റെപ്പ് ദൈവം വെക്കുക. ഒന്നാമത്തെ കാര്യം നമ്മളെ മുന്നറിഞ്ഞെന്ന് എല്ലാവരും കൂടെ പറഞ്ഞു. ഈ മുന്നറിവെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ ഫോർനോളജാണ്. ദൈവം നമ്മളെ മുന്നറിഞ്ഞു ഒന്നുകൂടെ പറഞ്ഞു. എല്ലാവരും കൂടെ ചേർന്ന് പറ. ദൈവം നമ്മളെ എന്നാ ചെയ്തേ? ദൈവം നമ്മളെ മുന്നറിഞ്ഞു എന്ന് പറയുമ്പോ എന്താണെന്നറിയോ? ലോകസ്ഥാപനത്തിന് മുൻപ്. എഫേസ്യ ലേഖനം 1-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിൽ അത് എഴുതിയിട്ടുണ്ട്. നാം തന്റെ സന്നിധിയിൽ വിശുദ്ധരും നിഷ്കളങ്കരും ആകേണ്ടതിന് അവൻ ലോകസ്ഥാപനത്തിന്റെ മുൻപേ നമ്മെ അവനെ തിരഞ്ഞെടുത്തു. ബിഫോർ ദ ഫൗണ്ടേഷൻ ഓഫ് ദി വേൾഡ്. ലോകസ്ഥാപനത്തിന്റെ മുന്നെയാണ് ദൈവം നമ്മളെ മുന്നറിഞ്ഞത്. അപ്പൊ ഒന്ന് മുന്നറിഞ്ഞു. രണ്ടാമത് നമ്മള് റോമലേഖനം 8:29 വായിക്കുന്നു, നമ്മളെ മുൻ നിയമിച്ചു. എല്ലാവരും കൂടെ പറഞ്ഞു. ഒന്ന് പറഞ്ഞു. ശബ്ദം ഉയർത്തി ഒന്ന് പറ. ഒന്ന്, രണ്ട്, മുൻ നിയമിച്ചു. ഒന്നുകൂടെ പറഞ്ഞു. ഒന്ന്, രണ്ട്, മുൻ നിയമിച്ചു. ഇനി അതിന്റെ 30-ാമത്തെ വാക്യം നോക്കി. മുൻ നിയമിച്ചവരെ വിളിച്ചു. നമ്മൾ വിളിക്കപ്പെട്ടവർ. നമ്മൾ ഒരു അബദ്ധത്തിൽ ചാടിക്കേറി സഭയ്ക്കകത്ത് വന്നവരല്ല. കർത്താവ് നമ്മളെ വിളിച്ചിരിക്കുക. ഞാനത് പറയുമ്പോ എത്ര പേർക്ക് അത് എത്ര പേർക്ക് മനസ്സിലാകും? ദൈവം നമ്മളെ എന്ത് ചെയ്യുന്നതാ? വിളിച്ചു. കീബോർഡ് കുറച്ച്. ദൈവം നമ്മളെ വിളിച്ചു. ഒന്നുകൂടെ പറഞ്ഞേ. ദൈവം നമ്മളെ നാം വിളിക്കപ്പെട്ടവൻ. ഒന്നുകൂടെ ഞാൻ പറയാം. നാം ഈ ഒത്തിരി ആളുകൾക്കുള്ള ഒരു വലിയ ചിന്ത എന്നാന്നറിയോ? എങ്ങനെയൊന്ന് ജനിച്ച് ഇതിനകത്തോട്ട് കയറിയെന്ന്. അങ്ങനല്ല, നമ്മൾ ജനിച്ചു വീണ് വന്നവരല്ല. ഞങ്ങളൊക്കെ 4-ാം തലമുറ പെന്തക്കോസ്തുകാരാണ്. അങ്ങനെ പെന്തക്കോസ്തിനകത്ത് ജനിച്ചു വളർന്ന പലരും കാണും. അങ്ങനല്ല, നമ്മളെ കർത്താവ് വിളിച്ച ബോധ്യമുള്ളവരൊന്ന് കരം ഉയർത്തി കർത്താവിനെ ഒന്ന് സ്തുതിച്ചാട്ട്. നിങ്ങളുടെ അകത്തോട്ട് ശരിക്കും അത് കയറണം. നമ്മളെ ദൈവം എന്ത് ചെയ്തു? വിളിച്ചു. സ്തോത്രം. അത് വിശദീകരിക്കുന്നില്ല. വിളിച്ചിട്ട് നമ്മളെ കർത്താവ് എന്ത് ചെയ്തു? നീതീകരിച്ചു. എല്ലാവരും കൂടെ പറഞ്ഞേ. കർത്താവ് നമ്മളെ നീതീകരിച്ചു. ഒറ്റ വാക്കി പറഞ്ഞാൽ, പാപികളായ നമ്മളെ പാപമേ ചെയ്യാത്ത ഒരാളെ പോലെ ആക്കുന്ന ദൈവിക കാര്യപരിപാടിയുടെ പേരാണ് നീതീകരണം. ഉദാഹരണമായി, ഈ ചെയറിന്റെ കളർ എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം? വൈറ്റ് ചെയറിന്റെ കളറാണോ ചെയർ ബാക്കിന്റെ കളറാണോ? ഞാൻ ചോദിക്കുന്നത്, നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ ഇതിന്റെ കളർ എന്താണ്? ഇല്ല. എന്നാ കാണുന്നേ? ഇത് തന്നെയാണ് നമ്മളെ സംഭവിച്ചേക്കുന്നത്. നമ്മൾ കൊള്ളരുതാത്തവരായിരുന്നേ. നമ്മൾ പാപികളായിരുന്നു. നമ്മൾ യേശുവിൽ വിശ്വസിച്ചപ്പോ ഉണ്ടല്ലോ, യേശുവിന്റെ രക്തം നമ്മുടെ മേൽ വീണു. അതുകൊണ്ട് നമ്മൾ പാടുന്നത്, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ, ശുദ്ധിക്കായി നീ യേശു സമീപേ പോയോ, കുളിച്ചോ കുഞ്ഞാട്ടിൻ, പൂർണ്ണശ്രേയം ഈ നിമിഷം തൻ കൃപ തന്നിൽ വെച്ചോ, ശുദ്ധിയായോ നീ. നമ്മൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ എന്ത് ചെയ്തു? കുളിച്ചു. ഒന്നുകൂടെ പറഞ്ഞു. നമ്മൾ കുഞ്ഞാടിന്റെ രക്തത്തിൽ എന്ത് ചെയ്തു? കുളിച്ചു. യേശുവേ എന്ന് നമ്മൾ വിളിച്ച ഒരു നിമിഷം ഉണ്ടല്ലോ, ആ നിമിഷത്തിൽ യേശു ക്രിസ്തുവിന്റെ രക്തം നമ്മുടെ മേൽ വീണു. നമ്മളെ ഈ രക്തം കവർ ചെയ്തു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഉണ്ടല്ലോ, പാപമോചനത്തിന്റെ വെളിപ്പാട് നമ്മളൊന്ന് ശ്രദ്ധിക്കണം. നമ്മള് പാപമെല്ലാം മറയ്ക്കുന്നവനെന്ന് പാടാറില്ലേ? സത്യത്തിൽ പാപമെല്ലാം മറയ്ക്കുന്നവനെന്നല്ല, പാപമെല്ലാം മായ്ക്കുന്നവനെന്ന്.
നിങ്ങൾ ശ്രദ്ധിച്ചേ, ഇത് മറച്ചേക്കോ. ഈ സ്റ്റിക്കർ ഇരിക്കുന്നത് കൊണ്ട് ഈ വുഡിന്റെ കളർ ഇവിടെ എന്താണെന്ന് അറിയത്തില്ല, ഇവിടെ എന്തെങ്കിലും സ്റ്റെയിൻ ഉണ്ടോന്ന് അറിയത്തില്ല. പക്ഷെ ഇത് ഇളക്കാം. ഇത് വലിച്ചിളക്കിയാൽ വീണ്ടും ആ സ്റ്റെയിൻ നമുക്ക് കാണാൻ പറ്റും. പാപമോചനത്തിൽ യേശുക്രിസ്തു തന്റെ രക്തത്താൽ നമ്മുടെ പാപത്തെ മറക്കുകയല്ലായിരുന്നു. നമ്മുടെ പാപത്തെ കർത്താവ് എന്ത് ചെയ്തു? മായ്ച്ചു. ഒന്നിച്ചൊന്ന് പറ, നമ്മുടെ പാപത്തെ കർത്താവ് എന്ത് ചെയ്തു? പ്രതിഭാസേ, അതുകൊണ്ടാണ് റോമലേഖനം 8-ാം അധ്യായത്തിൽ ഒരു ചോദ്യമുണ്ട്. ദൈവം നീതീകരിച്ചവനെ ആർ കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആർ? മറച്ചതല്ല, മായ്ച്ചു. ഞാനതുകൊണ്ട് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടി ഒരു കാര്യം പറയാം. രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ഒരു പാപം ചെയ്തു, രക്ഷിക്കപ്പെട്ടിട്ട് 10 വർഷമായി. ലോർഡ് സപ്പർ വന്നപ്പോഴും നമ്മൾ പറഞ്ഞു, യേശുവിന്റെ രക്തത്താൽ എന്നെ കഴുകണേ. ഇപ്പോഴും നമുക്ക് കുറ്റബോധമാണ്. കർത്താവേ ക്ഷമിച്ചോന്ന് എനിക്ക് അറിയത്തില്ല, അങ്ങനെ പറയുന്ന ആളുകളുണ്ട്. അയ്യോ, ചില പ്രശ്നങ്ങൾ വരുമ്പോ പറയും അന്ന് ചെയ്തതിന്റെ ആയിരിക്കും. നോ, നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുൻപ് ചെയ്ത പാപം രക്ഷിക്കപ്പെട്ട അനന്തരം ദൈവം കണക്കിടുന്നില്ല. അങ്ങനെയാ റോമലേഖനം പറയും. നമ്മുടെ പാപങ്ങളെ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? ഒന്നിച്ചു പറ. നിങ്ങൾ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് കുലപാതകം ചെയ്ത ആളായിരിക്കും, പക്ഷെ ദൈവം അതിനെ കണക്കിടുന്നില്ല. ഞാൻ ഈ മെസ്സേജ് പറയുമ്പോൾ നിങ്ങളുടെ അകത്ത് പാപക്ഷമയുടെ വെളിപ്പാട് കൂടെ കയറണം. നമ്മുടെ പാപത്തെ കർത്താവ് എന്ത് ചെയ്യുന്നില്ല? കണക്കിടുന്നില്ല. അതുകൊണ്ട് രക്ഷിക്കപ്പെടുന്നതിന് മുമ്പ് ചെയ്ത പാപത്തെ കുറിച്ച് നിങ്ങൾ അനുദമിച്ചുകൊണ്ട് ദുഃഖിച്ചുകൊണ്ടിരിക്കേണ്ട. നിങ്ങൾ രക്ഷിക്കപ്പെട്ടപ്പോ കർത്താവ് ആ പാപങ്ങളെല്ലാം എന്ത് ചെയ്തു? മായ്ച്ചു. അതുകൊണ്ടാ പഴയ നിയമത്തിൽ പറയുന്നത്, ഞാൻ കാർമുകിലിനെ പോലെ നിങ്ങളുടെ ലംഘനങ്ങളെ മായ്ച്ചു കളയും. നീതീകരണം അതാ, നമ്മളെ മായ്ച്ചു. കേട്ടോ, നമ്മുടെ പാപത്തെ എന്ത് ചെയ്തു? പറ, മായ്ച്ചു. ഇനി പിശാചിനും അത് വായിക്കാൻ പറ്റത്തില്ല, നാട്ടുകാർക്കും വായിക്കാൻ പറ്റത്തില്ല. തീർന്നില്ല കേട്ടോ, തീർന്നില്ല. സ്തോത്രം. റോമലേഖനം 3-ാം അധ്യായം 26-ാമത്തെ വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്, അവിടുന്ന് തന്റെ നീതിയെ നമ്മുടെ മേൽ പ്രദർശിപ്പിച്ചു. സ്തോത്രം. നമ്മുടെ മേൽ നീതി പ്രദർശിപ്പിച്ചിരിക്കും. ശ്രദ്ധിക്കേ, താൻ നീതിമാനും യേശുവിൽ വിശ്വസിക്കുന്നവനെ നീതീകരിക്കുന്നവനും ആകേണ്ടതിന് ഇക്കാലത്ത് തന്റെ നീതിയെ പ്രദർശിപ്പിപ്പാൻ. കർത്താവ് എന്തോ ചെയ്തിരിക്കുക? നമ്മുടെ മേൽ നീതിയെ, ഒന്നുകൂടെ പറ, നീതിയെ പ്രദർശിപ്പിച്ചു. ഇവിടെ ശ്രദ്ധിച്ചേ, പ്രൈസ് ഒരു പാപിയാണെന്ന് നിങ്ങൾ കരുതിക്കും. ആയിരുന്നു അങ്ങനെ കരുതിക്കും? പാപിയായിരുന്നു. പാപിയായ പ്രൈസ് രക്ഷിക്കപ്പെട്ടു. യേശുവേ എന്ന് വിളിച്ച് പാപക്ഷമ പ്രാപിച്ചു. അപ്പൊ പ്രൈസിന്റെ മേൽ യേശുവിന്റെ രക്തം വീണു. ഓക്കെ, ആ രക്തത്തിനകത്ത് യേശുവിന്റെ നീതിയാ ഉള്ളത്. ആ രക്തത്തിനകത്ത് യേശുവിന്റെ നീതിയാ ഉള്ളത്. ഈ രക്തം വീണപ്പോൾ പ്രൈസിന്റെ മേൽ പ്രദർശിപ്പിക്കപ്പെട്ട നീതി ആരുടെ നീതിയാ? യേശുവിന്റെ നീതിയാ. അപ്പൊ പിതാവ് ദൈവം സ്വർഗത്തിൽ നിന്ന് നോക്കുമ്പോ പ്രൈസിന്റെ സിന്നല്ല കാണുന്നത്, യേശുക്രിസ്തുവിന്റെ നീതിയാണ് കാണുന്നത്. എനിക്കറിയത്തില്ല നിങ്ങൾ എത്ര പേർക്ക് അത് മനസ്സിലായി. ഒന്നുകൂടെ, പ്രൈസിന്റെ സിന്നല്ല കാണുന്നത്, പകരം എന്താ കാണുന്നത്? യേശുക്രിസ്തുവിന്റെ നീതി. അതാ നീതിയെ പ്രദർശിപ്പിച്ചു. ഓ, കേൾക്കുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു. നിങ്ങളുടെ മേലെല്ലാം ദൈവനീതിയുടെ ഒരു പ്രദർശനം കിടക്കുന്നു. പഴയ ജാതീയ പോരികൾക്ക് നിങ്ങളുടെ മേൽ ഇനി സ്ഥാനമില്ല. പഴയ പൈശാചിക ബന്ധങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഇനി സ്ഥാനമില്ല. പഴയ പാപത്തിന്റെ ആ പ്രശ്നം, അതിന്റെ കഠോരതയ്ക്ക് നിങ്ങളുടെ മേൽ സ്ഥാനമില്ല. നിങ്ങളുടെ മേൽ യേശുക്രിസ്തുവിന്റെ നീതിയുടെ പ്രദർശനം ഉണ്ടായിരിക്കുക. ഓ ജീസസ്, എന്നോടൊപ്പം ഉണ്ടെന്ന് ഞാൻ കരുതുക. യേശുക്രിസ്തുവിന്റെ നീതി പ്രദർശിപ്പിക്കപ്പെട്ടു. അപ്പോ മുന്നറിഞ്ഞു, മുൻനിയമിച്ചു, വിളിച്ചു, നീതീകരിച്ചു. 5-ാമത്തെ കാര്യമാണ് തേജസ്കരിച്ചു. റോമർ 8:30. തേജസ്കരിച്ചു.
അപ്പൊ നമ്മൾ ഈ തേജസ്സിലേക്ക് വരുന്ന ഒരു ദിവസം കൊണ്ട് ഇതൊരു വലിയ പ്രോസസ്സാണ്. മുന്നറിഞ്ഞു, മുന്നിവിച്ചു, വിളിച്ചു, നീതീകരിച്ചു, ഒടുവിൽ തേജസ്. ഹല്ലേലൂയ. അങ്ങനെ നമ്മള് തേജസ്കരണത്തിലേക്ക് വരുന്നത്. അതെ, ഈ തേജസ്കരണത്തില് എന്താണ് വാസ്തവത്തിൽ സംഭവിക്കുന്നത്? നമ്മള് മുമ്പേ പറഞ്ഞു, തേജസ് എന്ന് പറഞ്ഞാൽ അതൊരു വലിയ പ്രകാശം. ഈ പ്രകാശം പോലെയൊന്നുമല്ല, ഒരു മനുഷ്യനും അടുക്കാൻ കഴിയാത്ത അത്ര പ്രകാശം, സൂര്യൻ നാണിക്കുന്ന വിധത്തിലുള്ള പ്രകാശം. ഹല്ലേലൂയ. അപ്പൊ നമ്മളിങ്ങനെ ഭയങ്കരമായിട്ട് കത്തി ജ്വലിച്ച് നിൽക്കുകയാണോ? അതല്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ട്. പക്ഷെ അത് മാത്രമല്ല അതിനകത്ത് സംഭവിക്കുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിൽ തന്നെ വ്യത്യാസം വരിക. ഗ്ലോറി. അത് നിങ്ങൾ ശരിക്കും മനസ്സിലാക്കണേ. 2 കൊരിന്ത്യർ ലേഖനം 3-ാം അധ്യായം 18-ാമത്തെ വാക്യം നോക്കി. 2 കൊരിന്ത്യർ 3:18 വേഗം നോക്കി. 2 കൊരിന്ത്യർ 3:18 വായിച്ചോ. കർത്താവിന്റെ തേജസ്സിനെ കണ്ണാടി പോലെ പ്രതിബിംബിക്കുന്നവരായി നാം എല്ലാവരും ആത്മാവാകുന്ന കർത്താവിന്റെ ദാനമായി. ബാക്കി നിങ്ങൾ എല്ലാവരും കൂടെ പറഞ്ഞു. ഞാൻ ഇതേലൊന്ന് തൊട്ടി കാണിക്ക് തരാൻ വേണ്ടി വരികയാണ്. നോക്കിക്കേ, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പറ. ഒന്നുകൂടെ, തേജസ്സിന്റെ മേൽ തേജസ് പ്രാപിച്ച് നമ്മൾ എന്ത് ചെയ്യുക? നിങ്ങൾക്ക് ശരിക്കും ഗ്ലോറിഫിക്കേഷൻ എന്താണെന്ന് മനസ്സിലാകുന്നുണ്ട്? ഒന്നുകൂടെ പറയാം. തേജസ്സിന്റെ മേൽ തേജസ് വന്നിട്ട് നമ്മൾ എന്ത് ചെയ്യുക? പറ. അതേ പ്രതിമയായി. ജിതിൻ പാസ്റ്റർ ഞാനുമായിട്ട് ഭയങ്കര വ്യത്യാസമല്ല. എന്നെക്കാട്ടി ഒരടി കൂടെ നീളം കാണും ജിതിൻ പാസ്റ്റർക്ക്. സ്തോത്രം. പ്രായത്തിൽ വ്യത്യാസം. ജിതിൻ പാസ്റ്റർ തലമുടിയല്ല, നല്ല കറുത്ത തലമുടിയല്ലേ. സ്തോത്രം. പക്ഷെ എന്റെ നോക്കി 3/4 ഭാഗവും വെളുത്തു. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഭയങ്കര വ്യത്യാസം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ വാക്യം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയുക, ഞാൻ ജിതിൻ പാസ്റ്ററെ കാണുന്ന സമയത്ത് ഞാൻ ജിതിൻ പാസ്റ്ററെ പോലെ എന്തായി. ഇപ്പൊ ജിതിൻ ആരാന്ന് അറിയത്തില്ല, വിജി ആരാന്ന് അറിയത്തില്ല. നിങ്ങളെ വാക്യം ഒന്നുകൂടെ നോക്കും. നമ്മൾ തേജസ് പ്രാപിക്കുമ്പോ നമ്മളെ അതേ പ്രതിമയായിട്ട് നമ്മളങ്ങ് രൂപാന്തരപ്പെടുക. ഒന്നുകൂടെ പറഞ്ഞു. അതേ പ്രതിമയായി രൂപാന്തരപ്പെടുക. നിങ്ങൾ ഇംഗ്ലീഷ് ബൈബിൾ നോക്കിയാൽ are changed into the same image from glory to glory. ആ സെയിം ഇമേജിലേക്ക് നമ്മൾ ചേഞ്ച് ചെയ്യുക. കർത്താവിനെ നമ്മൾ കാണുമ്പോൾ നമ്മൾ ആ സെയിം ഇമേജിലേക്ക് ചേഞ്ച് ആകുക. അതൊന്ന് ഭാവന കാണാൻ പറ്റുന്നുണ്ടോ? ഇതാണ് വാസ്തവത്തിൽ ഗ്ലോറിഫിക്കേഷൻ എന്ന് പറയുന്നത്. നമ്മൾ യേശുവിനെ പോലെ ചേഞ്ച് ആകും. അത് റോമലേഖനം 8:29 വാക്യത്തിൽ എഴുതിയിട്ടുണ്ട്. അവൻ മുന്നറിഞ്ഞവരെ തന്റെ പുത്രൻ അനേകം സഹോദരന്മാരിൽ ആദ്യജാതനാകേണ്ടതിന് തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻനിയമിച്ചു. സ്തോത്രം. അവിടെ സ്വരൂപത്തോട് നമ്മൾ അനുരൂപപ്പെടുക. നമ്മളെ റോമാലേഖനം 8:29 വാക്യം. തങ്ങളുടെ അത് പറയുന്നത് കിട്ടിയോ? റോമൻസ് 8:29. തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ. നോക്കി എല്ലാവരും കൂടെ ചേർന്ന് വായിച്ചേ. തന്റെ സ്വരൂപത്തോട് അനുരൂപരാകുവാൻ മുൻ നിയമിച്ചു. ശരിക്കും നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? നമ്മൾ അവിടുത്തെ സ്വരൂപത്തോട് അനുരൂപപ്പെടാൻ പോവാ. ശ്രദ്ധിച്ചോളെ. ഇവിടെ നിങ്ങള് എത്ര ആരോഗ്യശീലത്തോടെ ജീവിച്ചാലും
സാഹുബ്രദറെ 32,850 ദിവസത്തിനുള്ളിൽ നമ്മൾ തീരും. 90 വയസ്സുള്ള ആരെങ്കിലും ഇവിടെ വന്നിട്ടുണ്ടോ? 90 വയസ്സുള്ള ആരെങ്കിലും വന്നിട്ടുണ്ടോ? ഇല്ല. നിങ്ങളുടെ വീട്ടിൽ 90 വയസ്സുള്ള ആരെങ്കിലും ഉണ്ടോ? 90 വയസ്സിന് മുകളിൽ പ്രായമുള്ള ആരെങ്കിലും നിങ്ങളുടെ വീടുകളിലുണ്ടെങ്കിലും ഒന്ന് കൈ ഉയർത്തിക്കും. 1, 2, 3, 4, 5 ഇത്രയും പേര് ഇവിടെ ഇരുന്നിട്ട് 5 പേരുടെ വീട്ടിലെ 90 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുള്ളൂ. അപ്പൊ നിങ്ങള് ഓർക്കണം, 90 വയസ്സ് എത്തുന്നതിന് മുൻപ് ഏതാണ്ട് തീരുന്നുണ്ട്. അപ്പൊ ഞാൻ അതുകൊണ്ടാണ് ഈ 32,850 ദിവസം എന്ന് പറഞ്ഞത്. അതെങ്ങനെ കിട്ടിയെന്ന് പറയാം. 90 വർഷം ഒരാൾ ജീവിക്കുകയാണെങ്കിൽ ഒരു വർഷത്തിൽ എത്ര ദിവസമുണ്ട്? 365 ദിവസം. 365 കൊണ്ട് 90 എത്ര? എംകോക്കാരും ഇല്ലയോ? CBA-ക്കാരും ഇല്ലയോ? 365 കൊണ്ട് 90 സമം 32,850. നമ്മൾ ജീവിക്കുകയാണ് പരമാവധി 32,850 ദിവസം ജീവിക്കുന്നത്. ഇപ്പൊ നിങ്ങൾക്ക് 60 വയസ്സായ 60 വയസ്സുകാരെങ്കിലും ഉണ്ടോ? 12 പേര് 60. 24,950 ദിവസം കഴിഞ്ഞാൽ ഇനി എത്ര ദിവസം കൂടെ ഉണ്ട്? 10,500 ദിവസം കൂടെ ഉണ്ട്. അതിൽ ഉറങ്ങാൻ ഒരു 5,000 ദിവസമുണ്ട്. സത്യം പറഞ്ഞാൽ 90 വയസ്സ് വരെ ജീവിക്കാൻ ഇനി ഒരു 5,000 ദിവസം കൂടെ ഉണ്ട്. 45 പലരും ഇവിടെ ഉണ്ടല്ലോ. 14,425 ദിവസം കഴിഞ്ഞു. നീ എത്ര ദിവസം കൂടെ ഉണ്ട്? ഞാൻ പറഞ്ഞത്, എന്റെ പ്രിയപ്പെട്ടവരെ, ജീവിച്ചാൽ ഇത്രയൊക്കെ ജീവിക്കും. അതിൽ 50 കഴിഞ്ഞ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് ചോദിച്ചാൽ മതി. സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന കാര്യം ഒരു 50 വരെയൊക്കെയാണ്. 45 ആകുമ്പോഴേ തുടങ്ങും. ഒരു സൈഡിൽ കൂടെ ഡയബറ്റിക്, മറ്റൊരു സൈഡിൽ കൂടെ പ്രഷർ, വേറെ സൈഡിൽ കൂടെ കൊളസ്ട്രോള്, എന്തെല്ലാം കൊല്ലാം. പിന്നെ അവിടെ തേയ്മാനം, ഇവിടെ തേയ്മാനം. സഹോദരന്മാരെ, സ്വസ്ഥമായി ജീവിക്കാൻ കഴിയുന്ന ഒരു 45 വയസ്സ് വരെയൊക്കെയാണ്. പിന്നെ കോച്ചായി, പുളുത്തായി, ഉളുക്കായി, പിടുത്തായി, തരിപ്പായി, പെരുപ്പായി, പല ടൈപ്പ് പ്രശ്നങ്ങളാണ്. ഞാൻ പറഞ്ഞത്, ഈ ആയുഷ്കാലത്ത് മര്യാദയ്ക്ക് ജീവിച്ചാൽ 32,850 ദിവസം കഴിയുമ്പോൾ ഗ്ലോറിക്കകത്തോട്ട് കയറാം. ആരോട് പറയാൻ? ചുമ്മാ വല്ല അനുഗ്രഹം വല്ലതും പറഞ്ഞാൽ മതി. ഇത്ര സ്ട്രഗിളിന്റെ ഒന്നും ആവശ്യമില്ല. എനിക്കാണെങ്കിൽ ഈ മെസ്സേജിന് സമയം കിട്ടാതെ വരുമ്പോ ടെൻഷൻ ആകുക. കാരണം ഇതൊന്നും പറഞ്ഞു പിടിപ്പിക്കണ്ടായോ? സ്വോത്രം പിടികിട്ടുന്നുണ്ടോ? സ്വോത്രം. ഇത് മാസം, കഴിഞ്ഞ മാസം ഞാൻ കാനഡയിലായിരുന്നു. അപ്പൊ അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിക്കാനായിട്ട് റെസ്റ്റോറന്റിൽ കയറി. ഞാന് എന്നെ കൊണ്ടുപോയി ചർച്ചിലെ പാസ്റ്റർ, വേറെ 2-3 വിശ്വാസികളുണ്ട്. ഞങ്ങളോട് പറയാണ് ബാർ ഓപ്പൺ ആണ്. ഹോട്ടൽ വെയിറ്റർ ഞങ്ങളോട് പറയാണ് ബാർ അതാ. സഹോദരന്മാരെ, നിങ്ങൾ പാർക്കുന്ന രാജ്യം, സ്തോത്രം, നിങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ കയറിയാൽ ബാർ ഓപ്പൺ ആയിരിക്കും. അവിടെ പ്രദീപ് ഭാസ്കരൻ കാണത്തില്ല, ജിതിൻ ഭാസ്കരൻ കാണത്തില്ല, അവിടെ ചർച്ചിന്റെ സെക്രട്ടറി കാണത്തില്ല, സഹവിശ്വാസികളും കാണത്തില്ല. നിങ്ങൾ മാത്രമേ ഉള്ളൂ. വേണമെങ്കിൽ സേവിക്കാം. അവര് പറയാം ഓപ്പൺ ആണെന്ന്. പക്ഷെ സേവിച്ചാലുള്ള പ്രത്യേകത, എന്തായാലും മരിക്കും. പരമാവധി 32,850 ദിവസം ചെല്ലുന്നത് നരകത്തിലോട്ടാണ്. പക്ഷെ മര്യാദയ്ക്ക് ജീവിക്കാൻ തീരുമാനിച്ചാൽ നരകത്തിലല്ല ചെല്ലാൻ പോകുന്നത്, ഗ്ലോറിയിൽ ചെല്ലാം. ഞാനിങ്ങനെ ഇടയ്ക്ക് ചിന്തിക്കാറുണ്ട്, ധനവാൻ മര്യാദയ്ക്ക് ജീവിക്കുകയായിരുന്നെങ്കിലേ ഇത്രയും കാലം അവിടെ കിടക്കണമായിരുന്നു. പുള്ളി ചെന്നതിന്റെ അന്ന് തൊട്ട് ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൊതിക്കുക. ഇതിൽ മാസം പുള്ളിക്ക് വേണ്ടുന്ന വെള്ളം ഒരു ബോട്ടിൽ വെള്ളമൊന്നുമല്ല. പുള്ളിക്ക് വേണ്ടുന്നതോ ലാസറിന്റെ വിരല് മുക്കിയിട്ട്, ഞാൻ കുടിക്കാൻ വെച്ചിരിക്കുന്ന വെള്ളം ഞാൻ വിരലിടുക. ലാസറിന്റെ വിരല് മുക്കിയിട്ട് വേണ്ട, വിരലെ മുക്കിയാൽ ഇത്ര വരത്തുള്ളത്. വിരലെ മുക്കിയാൽ ഇത്ര വരത്തുള്ളൂ. തീർന്നു. 1-2 തുള്ളി. പുള്ളി ചെന്നപ്പോ തൊട്ടത് ചോദിച്ചോണ്ടിരിക്കുക. പുള്ളിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. അയ്യോ, അതിനകത്ത് പോയി കിടന്ന് വിഷമിക്കരുതേ. നിങ്ങൾ വിട്ടുന്നില്ല. ഇവിടെ ADMA അടിച്ച്, ഇവിടെ കഞ്ചാവ് അടിച്ച്, ഇവിടെ ബിയറും പിടിപ്പിച്ച് ചർച്ചിലെ ക്രിസ്ത്യാനിറ്റിയിൽ ജീവിച്ചാൽ
ഇവിടെ കുറച്ചിങ്ങനെ ആഡംബരത്തിലൊക്കെ നിൽക്കാമെന്നല്ലാതെ വെച്ചാ ഒടുവിലൊരു മരണമുണ്ട് കേട്ടോ. വെന്റിലേറ്ററിന് പിടിച്ചു നിർത്താൻ പറ്റാത്ത ഒരു സമയം വരും. നരകത്തിൽ ചൊല്ലി വെച്ച ഞാന് ഈ ധനവാൻ നരകത്തിലുള്ള സമയം ചുമ്മാ ഒന്ന് കണക്കൂട്ടിയായിരുന്നു. ഒരു 2000 വർഷമായിട്ട് ധനവാൻ നരകത്തിലാണെങ്കിൽ ചുമ്മാ ഞാൻ കൂട്ടി നോക്കി. 365 ദിവസം 2000 വർഷം ചുമ്മാ കൂട്ടിക്ക്. 2000 കൂടെ 365 സമയം 7,30,000 ദിവസം. പുള്ളി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൊതിച്ചോണ്ടിരിക്കുക. എത്ര ദിവസം പറ? 7,30,000 ദിവസം. 32,000 ദിവസം മര്യാദയ്ക്ക് ജീവിക്കുകയായിരുന്നെങ്കിൽ നിനക്ക് ഈ ഗതികേട് വരുമായിരുന്നോ? ലാസർ അബ്രഹാമിന്റെ മടിയിലിരുന്ന് ആശ്വസിക്കുക. 7,30,000 ദിവസമായിട്ട് ഒരുത്തൻ വിരല് മുക്കി ഒരു തുള്ളി വെള്ളത്തിന് വേണ്ടി കൊതിച്ചോണ്ടിരിക്കുക. ഇത് പറയാതെ ഇവിടെ അനുഗ്രഹം ഉണ്ടാകുമെന്ന് ഞാൻ പറഞ്ഞു പോയ കർത്താവിന്റെ വെറുതെ വിടത്തില്ല. അതുകൊണ്ട് ഞാൻ പറയുക, ചെറുപ്പക്കാരെ, സഹോദരങ്ങളെ, മര്യാദയ്ക്ക് ജീവിക്കുകയാണ് നിത്യതയിൽ കാണാം. നിത്യതയിൽ നമ്മുടെ അവസ്ഥ എന്താണെന്നറിയാമോ? നാം അവന്റെ സ്വരൂപത്തോട് അനുരൂപരാകും. അതാണ് ഗ്ലോറിഫിക്കേഷൻ. ഈ 1-2 വാക്യമൊന്നുമല്ല കേട്ടോ. ഈ സംഭവം ഒരുപാട് വാക്യത്തിലൂടെ ഞാൻ തെളിയിക്കും. ഹല്ലേലൂയ. 1 Corinthians 15-48-49 വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ അവിടെ വായിക്കുന്നു, നാം മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ ധരിച്ചതുപോലെ സ്വർഗീയന്റെ പ്രതിമയും ധരിക്കും. സ്തോത്രം. ജോർജ് ബ്രദറിന്റെ മോന് സാമുവൽ, ഞാനിവിടെ വന്നതിന് ശേഷം കുട്ടികളുടെ കൂട്ടത്തിൽ ആദ്യം കേട്ട പേര് സാമുവലിന്റെ പേരാണ്. അപ്പോ ഞാൻ അവനെ കണ്ടില്ല. അവൻ വരുന്നതിന് മുമ്പ് ഞങ്ങൾ റൂമിൽ പോയി. പക്ഷെ മീറ്റിംഗിന് ചെന്നപ്പോ സാമുവലിനെ കണ്ടപ്പോഴേ എനിക്ക് മനസ്സിലായി ജോർജ് ബ്രദറിന്റെ മോനാണ്. എന്നോട് ആരും പറഞ്ഞു തന്നല്ല, പക്ഷെ എനിക്ക് മനസ്സിലായി. അപ്പൊ നിങ്ങൾ വിടുന്നില്ല. എങ്ങനെ മനസ്സിലായി? മണ്ണുകൊണ്ടുള്ളവനെ പോലെ മണ്ണുകൊണ്ടുള്ളവൻ, മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതി. അതുകൊണ്ടാണ് മനസ്സിലാകുന്നത്. എന്നെ എന്റെ അപ്പനെയും കൂടെ കണ്ട ചേട്ടനെ അനിയനെ പോലെ ഇരിക്കും. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമയെ നിങ്ങൾ കേൾക്കുന്നുണ്ടെന്ന് എന്റെ ചിന്ത. ഹല്ലേലൂയ. ഇവിടെ പൗലോസ് പറയുക, നമ്മളല്ലേ ഇപ്പൊ എന്നാ ധരിച്ചേക്കുന്നത്? മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമ. ഇതുപോലെ നമ്മൾ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. എനിക്കറിയത്തില്ല എത്ര പേർക്ക് കിട്ടിയത്. എന്നാ ചെയ്യാൻ പോന്നെ? നമ്മൾ സ്വർഗീയന്റെ പ്രതിമ. ഇപ്പൊ ഈ ഭൂമിയിൽ ജീവിക്കുമ്പോ നമ്മൾ മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമയല്ല ജീവിക്കുന്നത്. ഒന്നീ അപ്പനെ പോലെ ഇരിക്കും, അല്ലെ അമ്മയെ പോലെ ഇരിക്കും, അല്ലെ അമ്മാച്ചനെ പോലെ ഇരിക്കും. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമയാണ്. ഇനിയും നമ്മൾ സ്വർഗത്തിൽ ചെല്ലുമ്പോ ഇതെല്ലാം നമ്മൾ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നമ്മൾ സ്വർഗീയന്റെ പ്രതിമ ധരിക്കും. മണ്ണുകൊണ്ടുള്ളവന്റെ പ്രതിമയിൽ നിന്ന് നമ്മൾ സ്വർഗീയന്റെ പ്രതിമയിലേക്ക് ടേൺ ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഗ്ലോറിഫിക്കേഷൻ. ഇതകത്ത് കയറി കഴിഞ്ഞുണ്ടല്ലോ, കർത്താവിനെ അവർ തള്ളി പറയത്തില്ല. ഇതകത്ത് കയറി കഴിഞ്ഞാൽ അവർ യേശുവിനെ തള്ളി പറയത്തില്ല. ഈ മീറ്റിംഗുകളുടെ അവസാനത്തെ സെക്കൻഡിൽ വളരെ സമയക്കുറവുള്ള ഈ സമയത്ത് വളരെ സ്ട്രഗിൾ ചെയ്ത് ഞാൻ ഈ മെസ്സേജ് നിങ്ങളുമായി പങ്കുവെക്കുന്നത് എന്തിനാണെന്നറിയോ? നിങ്ങളുടെ അകത്ത് ഇത്രയും കാര്യം ഒന്ന് കയറി വീണാ മതി. പ്രദീപ് മാസ്റ്റർ പുറകെ നടക്കണ്ട, ജിതിൻ മാസ്റ്റർ പുറകെ നടക്കണ്ട. ഈ വെളിപ്പാടിൽ നിന്നോളും. ഹല്ലേലൂയ. കരിയമ്പ്ലാവ് എന്ന് പറയുന്ന സ്ഥലത്ത് പാസ്റ്റർ C.S. മാത്യു എന്ന് പറയുന്ന ഒരു ദൈവദാസൻ ജീവിച്ചിരുന്നു. നിങ്ങൾ ഒരുപക്ഷെങ്കില് അദ്ദേഹത്തിന്റെ മരുമകനെ അറിയാം, പാസ്റ്റർ Y. M. രാജകുട്ടി. ഈ C.S. മാത്യു പാസ്റ്റർ, അദ്ദേഹത്തിന് 11 മക്കളും.
അതിൽ 8 മക്കൾ മരിച്ചുപോയി. 8 മക്കൾ മരിച്ചുപോയി. ക്രിസ്തീയ പാരമ്പര്യം എന്ന് പറയുന്നത് അപ്പനെ അമ്മയും മക്കൾ അടക്കം ചെയ്യണമെന്ന്. അതാ നമ്മളെല്ലാം അങ്ങനെ ചെയ്യുന്നത്. അപ്പനെ അമ്മയും മക്കൾ അടക്കം ചെയ്യും. പക്ഷെ ഈ അപ്പന് 8 മക്കളെ അടക്കം ചെയ്യേണ്ടി വന്നു. അതിനനന്തരം വളരെ ദുഃഖിതനായിരിക്കുന്ന ഈ കർത്തൃദാസൻ പ്രാർത്ഥിക്കാൻ ദൈവസന്നിധിയിൽ ഇരിക്കുക. കർത്താവ് അദ്ദേഹത്തിന് ഒരു വെളിപ്പാട് കൊടുത്തു. ആ വെളിപ്പാടിൽ ഈ ദൈവദാസൻ പാടിയ പാട്ടാ, എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരെയും ഞാൻ ഉലകിൽ കാണുന്നില്ല, മേലാലും ഞാൻ കാണുകയില്ല. ആ പാട്ട് നിങ്ങൾക്കറിയാമോ? സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ജാനന്മാരെ വരിക്കുമോ വത്സല, മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ, ഈ മണ്ണെ പ്രതി മാണിക്യം വെടിയുകില്ല ഞാൻ. അതിൽ അദ്ദേഹം മറ്റു ചില വാക്കുകൾ കൂടെ പാടിയേ. വെള്ളത്തിൽ കൂമീള പോലെ മിന്നി വിളങ്ങിടുന്ന ചെടിയ സുഖങ്ങളെന്നെ ഒരുമിച്ച് സുന്ദരൻ സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞി ലോകയാത്ര, പ്രാകൃതരം ഓ മണ്ണെ പ്രതി. ഞാൻ പറഞ്ഞത് തേജസ്സിന്റെ വെളിപ്പാട് അകത്ത് കയറിയാൽ ഇതായിരിക്കും പാടുന്നത്. മണ്ണെ പ്രതി മാണിക്യം വെടിയത്തില്ല. യെരൂശലേം പുത്രിമാർ ചുറ്റും നിന്ന് മാടി വിളിക്കും, വാ 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 വാ. പാപത്തിന്റെ മായിക കാഴ്ചകളെ മുൻപിൽ കാണിച്ചുകൊണ്ട് അവര് വിളിക്കും, വാ പാപത്തിലേക്ക് വാ. പക്ഷേ തേജസ്സിന്റെ വെളിപ്പാട് അകത്തുള്ളവൻ പറയും, സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞെനിക്കുന്ന ലോകയാത്ര ഇല്ല. അങ്ങനെ പറയാൻ പറ്റുന്നവര് ആ കരമൊന്ന് ഉയർത്തിപ്പിടിച്ച്, ഒരു 30 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ച്, 30 സെക്കൻഡ് ഒന്ന് പ്രാർത്ഥിച്ച്. വായി തുറന്നു. മൗനമാകരുത്. വായി തുറന്ന് പ്രാർത്ഥിച്ച്. സുന്ദരന മനോഹര അങ്ങേ പിരിഞ്ഞെനിക്കൊരു ലോകയാത്ര ഇല്ല. എത്ര പേര് പ്രാർത്ഥിക്കും? യേശുവേ എന്നെയും എന്റെ തലമുറയെ അങ്ങനെ ഒന്ന് നിർത്തണേ കർത്താവേ. അങ്ങേ തിരിഞ്ഞൊരു ലോകയാത്ര ചെയ്യാൻ ഞങ്ങളെ അനുവദിക്കരുത്. തേജസ്സിന്റെ വെളിപ്പാട് നിൽക്കാനുള്ള കൃപ എനിക്ക് തരണമേ. കാണും സമയം വിദൂരമല്ല, സമയമാമൃതം ഓടുന്നു വേഗമാ. ഒരുപാട് സമയമൊന്നുമില്ല കേട്ടോ, ഒരുപാട് സമയമൊന്നുമില്ല. നിങ്ങൾ എല്ലാവരും വന്നിരിക്കുന്ന നിങ്ങളുടെ വാഹനത്തിലാണ് കേട്ടോ. പക്ഷെ നിങ്ങളൊരു കാര്യം അറിയണം, ആ വാഹനത്തിന് മുന്നോട്ടും പോകാം പിന്നോട്ടും പോകാം. പക്ഷെ നമ്മളെല്ലാം വേറൊരു വാഹനത്തിലെ യാത്രികരാണ്. ആ വാഹനത്തിന് പിന്നോട്ട് പോകാൻ അറിയില്ല. അതിന്റെ സെറ്റപ്പ് മുന്നോട്ട് തന്നെ പോകുന്നത്. ആകെ അല്പ നേരം മാത്രം എന്റെ യാത്ര യേശുവേ നിനക്കു സ്തോത്രം, വേഗം നിന്നെ കാണും ഞാൻ സമയമാ. നാഗൽ
സാഹിബ് വി നാഗൽ, അദ്ദേഹം സെൻട്രൽ ട്രാവൻകൂറിൽ നിന്ന് മലബാറിലേക്ക് ഒരു കാളവണ്ടിയിൽ യാത്ര ചെയ്യുക. രാത്രി ഇവിടെ അരണ്ട വെളിച്ചത്തിൽ അതിന്റെ ചക്രങ്ങൾ ഇങ്ങനെ ഉരുണ്ടുകൊണ്ടിരിക്കുമ്പോ ഈ മനുഷ്യന്റെ അകത്ത് വന്ന ഒരു ചിന്തയാണ്, ഈ ചക്രം ഉരുളുന്നത് പോലെ സമയമെന്ന രഥവും ഉരുണ്ടുകൊണ്ടിരിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്കെല്ലാം ഈ ഒരു അവസ്ഥയാണ്. തിരിച്ചുരുളാത്ത ഒരു വാഹനത്തിൽ നമ്മൾ യാത്ര ചെയ്യുക. ഞാൻ പറഞ്ഞത്, നമ്മൾ മഹത്വത്തോട് അടുത്തോണ്ടിരിക്കുകയാണ്. ഇത് കളഞ്ഞു കുളിക്കരുത്, ഇത് കളഞ്ഞു കുളിക്കരുത്. നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾ പണം നേടുന്നു, അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. നിങ്ങളുടെ ആരോഗ്യം, നിങ്ങളുടെ ശരീരം, നിങ്ങൾക്ക് എങ്ങനെ ജീവിക്കുവാനുമുള്ള സ്വാതന്ത്ര്യമുണ്ട്. പക്ഷേ ആത്മീകൻ ദൈവസന്നിധിയിൽ സമർപ്പിതനായതുകൊണ്ട് അവൻ എങ്ങനെ ജീവിക്കത്തില്ല, അവൻ വിശുദ്ധനായി ജീവിക്കും. അവന്റെ ചിന്തകളും അവന്റെ ബോധ്യങ്ങളും എല്ലാം ആ തേജസ്സിന്റെ വെളിപ്പാടിലാണ് നീങ്ങുന്നത്. ഗ്ലോറി. ഞാൻ ഈ മെസ്സേജ് പറയുന്നത് വലിയ വാർദ്ധക്യത്തിലുള്ള ഒരു കൂട്ടത്തോടല്ല, ചെറുപ്പക്കാരോടാണ്. ഹല്ലേലൂയ. നിങ്ങൾ ഇത്രയും പേരെന്ന് തീരുമാനിച്ചാലുണ്ടല്ലോ, ഈ സംഗതി വളരെ വ്യത്യാസപ്പെടും. ഹല്ലേലൂയ. ഗ്ലോറി ടു ഗോഡ്. തേജസ്സിന്റെ വെളിച്ചത്തിൽ ജീവിക്കണം. നമ്മളെ വിളിച്ചിരിക്കുന്ന നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിന്റെ മഹത്വം പ്രാപിപ്പാൻ. 1 യോഹന്നാന്റെ ലേഖനം 3-ാം അധ്യായം 2-ാമത്തെ വാക്യം വായിക്കുമ്പോൾ, 1 John 3:2, അവിടെ നമ്മൾ വായിക്കുന്നുണ്ട്, അവൻ പ്രത്യക്ഷനാകുമ്പോ നാം അവനെ താനിരിക്കുന്നത് പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാരാകും. നമ്മൾ യേശുവിനെ എങ്ങനെ കാണും? നോക്കിയ 4-ാമത്തെ ലൈൻ നോക്കിയ, നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് നാം അവനോട് സദൃശ്യന്മാർ ആകും. നിങ്ങൾ KJV-ക്കകത്ത് നോക്കിയ, we shall be like him. നമ്മൾ അവനെ പോലെയാകും. നിങ്ങളുടെ അടുത്തിരിക്കുന്ന ആളെ നോക്കി കണ്ടോ? ഇപ്പോഴേ ഇങ്ങനെ കാണാൻ പറ്റത്തുള്ളൂ. നിങ്ങളുടെ അടുത്തിരിക്കുന്നയാളെ ഇപ്പോഴേ കാണാൻ പറ്റത്തുള്ളൂ. ഇങ്ങനെ കർത്താവ് വെളിപ്പെട്ടിട്ടാണ് നിങ്ങൾ അവരെ നോക്കുന്നതെങ്കിൽ ഈ വാക്യം അനുസരിച്ച് അവർ അവനോട് സദൃശ്യന്മാർ ആകും. ചില ആളുകൾ ചോദിക്കും, പാസ്റ്ററെ അങ്ങനെ ഒരു മാറ്റം ഉണ്ടോ? ഉണ്ട്. അത് ശരീരത്തിലാണോ? അത് ശരീരത്തിലൊന്നും അല്ലായിരിക്കും. അങ്ങനെയൊക്കെ പറയുന്നതായിരിക്കും. അല്ല, ബൈബിൾ പറയുന്നു ശരീരത്തിലാണെന്ന്. ശരീരത്തിൽ മാറ്റം വരും. ഞാൻ ഒരു പൊട്ടന കേട്ടോ, എനിക്ക് ബൈബിൾ പറയുന്നത് മാത്രമേ അറിയത്തുള്ളേ. ബൈബിൾ എഴുതിയിരിക്കുന്ന കാര്യം ഞാൻ പറയാം. ഫിലിപ്പിയൻസ് 3:21, ഫിലിപ്പിയ ലേഖനം 3-ാം അധ്യായം 21-ാമത്തെ വാക്യം അവിടെ വായിക്കുന്നു, അവൻ പ്രത്യക്ഷനാകുമ്പോൾ അവൻ സകലതും തനിക്ക് കീഴ്പ്പെടുത്തുവാൻ കഴിയുന്ന തന്റെ വ്യാപാര ശക്തി കൊണ്ട്. ബാക്കി നിങ്ങൾ വായിക്കുക. നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ, എന്നാ നമ്മുടെ താഴ്ചയുള്ള ശരീരത്തെ തന്റെ മഹത്വമുള്ള. അപ്പൊ നമ്മുടെ ശരീരം എങ്ങനെ മാറും? യേശുവിന്റെ മഹത്വമുള്ള ശരീരത്തോട് അനുരൂപപ്പെടും. നിങ്ങൾ ആ 2 പദങ്ങൾ കണ്ടോ? 2 പദങ്ങൾ കണ്ടോ? നമ്മുടെ ശരീരത്തെ തന്റെ മഹത്വമുള്ള നമ്മുടെ ശരീരം അവിടുത്തെ ശരീരം പോലെയാണ്. നിങ്ങൾക്ക് ആത്മാവിൽ കാണാൻ പറ്റുന്നുണ്ടോ? അത് യേശുവിനെ നിങ്ങളൊന്ന് കണ്ടു നോക്കിയ. യേശുവിനെ, അവന്റെ തലമുടി വെളുത്ത പഞ്ഞി പോലെ ഹിമത്തോളം വെണ്മ, അവന്റെ കണ്ണ് അഗ്നിജ്വാല, അവന്റെ ശബ്ദം പെരുവെള്ളത്തിന്റെ ഇനത്തിൽ പോലെ, മാർത്ത് പൊങ്കച്ച, കയ്യിൽ 7 നക്ഷത്രം, 7 പൊൻനിലവിളക്കുകളുടെ നടുവിൽ ഉലാവുകയാണ്, കാലുലയിൽ ചുട്ടുപിഴിപ്പിച്ച വെള്ളോട്ടിന് സദൃശ്യം. ഇങ്ങനെയാ യേശു പിതാവിന്റെ വലത്തുഭാഗം ഇരിക്കുന്നത്. അവിടുന്ന് പ്രത്യക്ഷനാകുമ്പോൾ നാം യേശുവിനെ അതുപോലെ കാണും. കണ്ടാൽ
കണ്ടാൽ നാം അവനോട് സദൃശന്മാരാകും. നമ്മുടെ ശരീരത്തിൽ മാറ്റം വരും. വിശ്വസിക്കുന്നവർ ഒരാമേ പറഞ്ഞാട്ട്. ഇതാ നമ്മൾ പ്രാപിപ്പാനിരിക്കുന്ന മഹത്വം. ഇതാ നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന മഹത്വം. വീണ്ടും പറയാ, ഇതാ നമ്മൾ പ്രാപിക്കാനിരിക്കുന്ന മഹത്വം. ഇത് ടോട്ടലി ഭാവികമാണ് കേട്ടോ, എസ്കറ്റോളജിക്കലാ, ഭാവികമാണ്. ഹല്ലേലൂയ. പക്ഷെ ഒരു കാര്യം നിങ്ങൾ അറിയണം, ഇന്നും മഹത്വം, ഇന്നും നമുക്ക് ആ മഹത്വം അനുഭവിക്കാൻ കഴിയും. അതാ കൊലോസ്യലേഖനത്തിൽ പറയുന്നത്, മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ, ഹോപ്പ് ഓഫ് ഗ്ലോറി. മഹത്വത്തിന്റെ പ്രത്യാശയായ ക്രിസ്തു നിങ്ങളിൽ ഇന്നും മഹത്വം അനുഭവിക്കാൻ കഴിയും. യോഹന്നാൻ 17 യേശു പറഞ്ഞു, പിതാവേ അങ്ങനെക്ക് തന്ന മഹത്വം ഞാൻ അവർക്ക് കൊടുത്തു. നമുക്ക് ഇന്നും മഹത്വം അനുഭവിക്കാൻ കഴിയും. പക്ഷെ അത് ഈ പറയുന്നത് പോലെ ആ വെളിച്ചത്തിലല്ല കേട്ടോ. നമ്മൾ ഈ പറയുന്നത് പോലെ എസ്കറ്റോളജിക്കൽ ഗ്ലോറിഫിക്കേഷൻ പോലെ അങ്ങനെ ഒരു സംഭവമായിട്ടല്ല. ഞാൻ തെളിയിക്കാം. കാനായിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞാക്കി അങ്ങനെ തന്നെ മഹത്വം വെളിപ്പെടുത്തി. ജോൺ 2:10 അങ്ങനെ തന്നെ മഹത്വം വെളിപ്പെടുത്തി. There he revealed his glory. There he manifested his glory. നമ്മൾ അങ്ങനെ വായിക്കുന്നത് 11 അവിടെ തന്നെ മഹത്വം വെളിപ്പെടുത്തി. സ്തോത്രം. അവിടെ വെളിപ്പെടുത്തിയത് തന്റെ മഹത്വമാണ്. പക്ഷേ ആ മഹത്വം വെളിപ്പെട്ടപ്പോ അവിടെ ആരും പ്രകാശം കണ്ടില്ല, അവർക്കാർക്കും വ്യത്യാസം വന്നില്ല. പക്ഷെ മഹത്വം വെളിപ്പെട്ടപ്പോ പച്ചവെള്ളത്തിന് വ്യത്യാസം ഉണ്ടായി. ഞാൻ പറഞ്ഞത് ഇന്നും മഹത്വം ഉണ്ട് കേട്ടോ. ഇന്നത്തെ മഹത്വത്തെ ഞാൻ പറയാം, അതിനെ വിളിക്കാൻ പറ്റുന്ന പേരാണ് ഹെവി പ്രസൻസ്. എന്താ മഹത്വം? ഉച്ചത്തിൽ പറ. എന്താ മഹത്വം? ഹെവി പ്രസൻസ്. ഹെവി ആയിട്ടുള്ള പ്രസൻസ് ആണ് ഇന്നത്തെ മഹത്വം എന്ന് പറയുന്നത്. നമ്മൾ പറയത്തില്ലേ, കർത്താവേ ഇവിടുത്തെ മഹത്വത്തിന്റെ സ്തോത്രം എന്ന് പറഞ്ഞാൽ ഹെവി പ്രസൻസ് ആണ്. വളരെ കുറച്ച് ആളുകൾക്ക് ഈ ഹെവി പ്രസൻസ് അനുഭവിക്കാൻ പറ്റും. ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായത്തിന്റെ 8 മുതൽ താഴേക്ക് വായിച്ചു വരുമ്പോൾ ദാനിയേൽ ആ ഹെവി പ്രസൻസിനകത്തേക്ക് പോയി. ദാനിയേൽ ഹെവി പ്രസൻസിനകത്ത് പോയപ്പോ ദാനിയേല് ബലമില്ലാതെയായി എന്നവിടെ വായിക്കുന്നു. ദാനിയേൽ ബലമില്ലാതായി. സ്തോത്രം. മുഖശോഭ ക്ഷയിച്ചു പോയി എന്ന് വായിക്കുന്നു. ദാനിയേൽ വിറച്ചുകൊണ്ട് നിന്നെന്ന് വായിക്കുന്നു. ദാനിയേൽ ബോധം കെട്ട് നിലത്ത് വീണെന്ന് വായിക്കുന്നു. സ്തോത്രം. ബോധം കെട്ട് നിലത്ത് വീണു. ഹെവി പ്രസൻസ് ഇറങ്ങി വന്നതാ. അല്ലാതെ ആരാധിക്കുന്ന നേരത്ത് കൈയടിച്ച് വയർക്കുന്നതല്ല ഹെവി പ്രസൻസ്. നമ്മുടെ ശരീരത്തെ ഭയങ്കരമായി പിടിച്ചു കുലുക്കുന്ന ഒന്ന് ഹെവി പ്രസൻസ്. മുഖശോഭ ക്ഷയിച്ചു പോയി, ബലമില്ലാതെ. ബോധം കെട്ട് നിലത്ത് വീണെന്ന് വായിക്കുന്നു. ഹല്ലേലൂയ. ബോധം കെട്ട് കവിണ് വീണു. 10-ാമത്തെ വാക്യത്തിൽ എന്നെ വിറയിലൂടെ നിൽക്കുമാറാക്കി. കേട്ടോ, പ്രസൻസ് ഇറങ്ങി വന്നതാണ്. ഇങ്ങനെ ഒരാൾ ഈ പ്രസൻസിനകത്ത് പോകുമെങ്കിൽ അയാളെ ഗ്ലോറി റലത്തിലാണ്. ജീസസ്. അഭിഷക്തന്മാരെ, മിനിസ്ട്രി മാറുന്നത് ഇവിടെയാണ്. സഹോദരങ്ങളെ, ലൈഫ് ചേഞ്ച് ആകുന്നത് ഇവിടെയാണ്. എനിക്ക് ഇനി ഒരു അരമണിക്കൂറോടെ വേണമായിരുന്നു, ഞാൻ നിർത്താൻ പോവാ. ഹല്ലേലൂയ. ലൈഫ് ചേഞ്ച് ആകുന്നത് ഇവിടെയാണ്. നിങ്ങൾക്കൊരു മാറ്റം ആഗ്രഹമുണ്ടോ? ഇങ്ങനെയാ സംഭവിക്കാൻ പോകും. കാനാവിലെ കല്യാണത്തിന് പച്ചവെള്ളം വീഞ്ഞായേ, ഗ്ലോറി റിവീലായിരുന്നു. പച്ചവെള്ളത്തിന് നിറമുണ്ടോ? പച്ചവെള്ളത്തിന് നിറമുണ്ടോ? ഇല്ല. മണമുണ്ടോ? ഇല്ല. രുചിയുണ്ടോ? ഇല്ല. മണമില്ലാത്ത, നിറമില്ലാത്ത, രുചിയില്ലാത്ത പച്ചവെള്ളം. ഗ്ലോറി റിവീലായപ്പോ ഇതിന് നിറം വന്നു, ഇതിന് മണം വന്നു, ഇതിന് രുചി വന്നു. എന്റെ സഹോദരങ്ങളെ, ഹെവി പ്രസൻസ് റിലീസ് ആകുമ്പോ ഇതാ സംഭവിക്കുന്നത്. മണം മാറും, നിറം മാറും, രുചി മാറും. വിരുന്നുപാടി ഇത് രുചിച്ചു നോക്കിയേ. രുചിച്ചു നോക്കിയിട്ട് പറയോ, ഇത്രയും നല്ല വീഞ്ഞ് എവിടെ വെച്ചിരുന്നു? എടാ പച്ചവെള്ളം. പക്ഷെ വിരുന്നുപാടി പറയും, നോ, ഇത്രയും നല്ല വീഞ്ഞ് എവിടെ വെച്ചിരുന്നു?
ഞാൻ പറഞ്ഞത് ഗ്ലോറി റിലീസായ ഇതുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ബെസ്റ്റ് കാണുമ്പോൾ ഡോക്ടർ ബ്ലസ്സന്റെ ഏറ്റവും ബെസ്റ്റ് പാട്ട് ഇതുവരെ വന്നിട്ടില്ലെന്ന് ഞാൻ പറയും. റെജിയുടെ ഏറ്റവും ബെസ്റ്റ് പ്രസംഗം ഇതുവരെ പുറപ്പെട്ടിട്ടില്ലെന്ന് ഞാൻ പറയും. ഗ്ലോറി റിലീസ് ആകുമ്പോ നാട്ടുകാർ ചോദിക്കും, ഡോക്ടർ ബ്ലസ്സൻ ഇത്രയും നല്ലത് എവിടെ വെച്ചിരുന്നു? ഹലോ റെജി, ഇത്രയും നല്ലത് എവിടെ വെച്ചിരുന്നു? പാസ്റ്റർ ജീവൻ ഇത്രയും നല്ലത് എവിടെ വെച്ചിരുന്നു? ഗ്ലോറിയുമായി കണക്റ്റഡ് ആയതാണ്. എനിക്കറിയത്തില്ല നിങ്ങൾക്ക് എത്ര പേർക്ക് ഈ ദൂത് മനസ്സിലാകുന്നുണ്ടെന്ന്. ഇന്ന് നീ പലർക്കും മണമില്ലാത്ത, ഗുണമില്ലാത്ത, രുചിയില്ലാത്ത ഒരാളാണ്. എത്രയോ പ്രാവശ്യം പറഞ്ഞു വേസ്റ്റാണ്. നിന്റെ കാതിൽ പലരും കേൾക്കം പറഞ്ഞു വേസ്റ്റാണ്, വെറുതെ വിളിക്കണ്ട, വേസ്റ്റാണ്. പക്ഷെ ഗ്ലോറിയുമായിട്ട് കണക്റ്റ് ആകും. ഇന്നലെ പകല് ഞാൻ പറഞ്ഞതുപോലെ ചില പഴഞ്ചൊല്ലുകളെ ദൈവം നിർത്തലാക്കും. നിന്നെ കുറിച്ച് നാട്ടുകാരും വീട്ടുകാരും പറഞ്ഞത് നിർത്തലാക്കും. എടാ, ഇതുവരെ പുറംപറമ്പി കിടന്നതാ, കാല് കഴുകാനല്ലാതെ ഇതേലാരും തൊട്ടിട്ടില്ല. പക്ഷെ ഗ്ലോറി റിലീസ് ആയപ്പോ ശരി പാത്രം കലവറയ്ക്കകത്ത് വന്നത്. ഞാൻ ചിലരോട് പറയാം, ഹെവി പ്രസൻസിനകത്തേക്ക് കയറിയാൽ, ഗ്ലോറിക്കകത്തേക്ക് കയറിയാൽ നിന്റെ പൊസിഷൻ ആണ്. ഈ വർഷത്തെ മീറ്റിംഗ് അവസാനിക്കുമ്പോ ഇങ്ങനെ ഒരു വ്യത്യാസം കൊതിക്കുന്നുണ്ടോ? കർത്താവിനോട് പറ, എനിക്ക് ഈ പ്രസൻസ് അനുഭവിക്കണം. ഓ, ഇത് ഈസി ആയിട്ട് കിട്ടുന്നതല്ല കേട്ടോ. പ്രസംഗിക്കാമെന്ന് ഉപദേശം ടച്ച് ഫയർ എന്നൊക്കെ പറയുമ്പോ ഇറങ്ങി വരുന്ന കാര്യമൊന്നും അല്ല ഇത്. നമ്മൾ ഇതുമായി കണ്ണുനീരുമായി കണക്റ്റഡ് ആണ്. എത്ര പേര് പറയും എനിക്ക് മഹത്വം വേണം? അവസാനിപ്പിച്ചു. എത്ര പേര് പ്രാർത്ഥിക്കും, ലോർഡ് ജീസസ് എനിക്ക് മഹത്വം വേണം, ഈ ഭൂമിയിലും വേണം, വരുവാനുള്ളതിലും വേണം. വാ തുറന്നു പ്രാർത്ഥിച്ചു. നഷ്ടപ്പെടാത്ത മഹത്വം എനിക്ക് വേണം. വാദമൊന്നും പ്രാർത്ഥന, നഷ്ടപ്പെടാത്ത മഹത്വം എനിക്ക് വേണം. കണ്ണുകൾ അടച്ചേ. അതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്നേ. അതിനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നവരെല്ലാം എഴുന്നേറ്റ് നിന്ന് എന്നിട്ട് ഹൃദയം തുറന്നു പറഞ്ഞു, സ്വർഗത്തിലെന്തനം ഭദ്രം സുശോഭനം, ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപും എന്തനം, ഉലകത്തിന്റെ സ്ഥാപനം അതിനു മുൻപും എന്തനം, ഉന്നതൻ ക്രിസ്തുവിൽ ദൈവം മുന്നറിഞ്ഞത എന്നുള്ള ശോധന നൽകുന്ന വേദന, ഇന്നുള്ള ശോധന നൽകുന്ന വേദന, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും. ഓ, വിഷമമുള്ളതെങ്കിലും വിലയുണ്ടതിനു പൊന്നിലും, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ, വിശ്വസിച്ചാശ്രയിച്ചാനന്ദിക്കും ഞാൻ സദാ. അനാദിനാഥൻ യേശു ഓ അന്യനാം ഭൂവിലെന്ന, ഓ ധന്യനായ ക്രിസ്തുവിൽ സദാ.
ഒന്ന് പ്രാർത്ഥിച്ചു. പാസ്റ്റർ C.S. മാത്യു പറഞ്ഞതുപോലെ എനിക്കെതിരെ എന്തെല്ലാം നിന്നാലും കർത്താവേ, മഹത്വം വിട്ട് ഞാൻ പോകത്തില്ല, അങ്ങേ വിട്ട് പോകത്തില്ല. എത്ര പേര് പറഞ്ഞു? ജോനഥൻ എഡ്വേർഡിനെ കുറിച്ച് നിങ്ങൾക്കറിയാവില്ല. ജോനഥൻ എഡ്വേർഡ്, അദ്ദേഹത്തിന്റെ തലമുറയെ കുറിച്ച് ഒരു പഠനം നടന്നു. അദ്ദേഹത്തിന്റെ തലമുറയിൽ ഒറ്റ പോലീസ് കേസുള്ള ഒരാളില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ തലമുറയിൽ ഒറ്റ ക്രിമിനൽ പശ്ചാത്തലമുള്ള ആളില്ലായിരുന്നു. അദ്ദേഹത്തിന്റെ തലമുറയിൽ കൃപ വിട്ടുപോയ ഒരാളില്ലായിരുന്നു. കർത്താവിനോട് പ്രാർത്ഥിച്ച, കർത്താവ് എനിക്ക് തന്ന തലമുറകളൊന്നും ദൈവകൃപ വിട്ടുപോവല്ലേ, എന്നെയും എന്റെ ജനറേഷനെയും ആത്മാവിൽ അങ്ങ് നിർത്തണം. എത്ര പേർ പ്രാർത്ഥിക്കും? ഒന്ന് പ്രാർത്ഥിക്കും. കാഹളം ധ്വനിക്കുമ്പോ എനിക്കറിയാം ചിലരെ ഇതൊന്നും ബാധിക്കുന്ന കാര്യമല്ല. അവര് ജീവിച്ചു പോകുന്നു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെയുള്ളവരെ കുറ്റം പറയുന്നില്ല. ആത്മീകരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. കുഞ്ഞുങ്ങളെ കുറിച്ച് ആ വലിയ ധാരണ ഉള്ളവരുണ്ടെങ്കിൽ പ്രാർത്ഥിച്ചോ. തലമുറയ്ക്ക് വേണ്ടി കണ്ണുനീരോടെ ആമേൻ പ്രാർത്ഥിക്കുന്നവരുണ്ടെങ്കിൽ ഈ പ്രാർത്ഥനയൊന്ന് പ്രാർത്ഥിച്ചോ. കർത്താവേ, ഞങ്ങളുടെ വരവ് താമസിക്കുന്നെങ്കിൽ എന്റെ കുഞ്ഞുങ്ങൾ ഈ മണ്ണിൽ കൃപയില്ലാത്തവരായിട്ടല്ല, കൃപയിൽ നിൽക്കണം. ഞങ്ങൾ എല്ലാവരും ആ ഗ്ലോറിയിൽ നിൽക്കുന്നവരാകണം. എത്ര പേര് പ്രാർത്ഥിക്കും? എത്ര പേര് പ്രാർത്ഥിക്കും? ഉച്ചത്തിൽ പ്രാർത്ഥിക്കും. കാഹളം ധ്വനിക്കുമ്പോ ഞാൻ ജീവിച്ചിരുന്നാലും, ഞാൻ കല്ലറയിലാണെങ്കിലും, ഞാനും എന്റെ കുഞ്ഞുങ്ങൾ ജീവിച്ചിരുന്നാലും കല്ലറയിലാണെങ്കിലും എന്റെ കുഞ്ഞുങ്ങളും കർത്താവേ അവിടുത്തെ വരവിലെ ഗ്ലോറിയിൽ കാണുന്നു. ഞങ്ങളെ വിളിച്ച വിളി മഹത്വത്തിന്റെ പ്രാപനത്തിന് വേണ്ടിയാണെന്നുള്ളത് മറക്കാതെ പോകാനുള്ള അഭിഷേകം ഞങ്ങൾക്ക് തരണം. പ്രാർത്ഥിച്ചേ, എല്ലാവരും ചേർന്ന് പ്രാർത്ഥിച്ചേ. എനിക്കറിയാം കർത്താവ് ചിലരോട് സംസാരിച്ചുകൊണ്ടിരിക്കുക, കർത്താവ് ചിലരോട് ആഴമായി തൊട്ടുകൊണ്ടിരിക്കുക. പല കണ്ണുകളും നിറഞ്ഞൊഴുകുന്നത് ഞാൻ കാണുന്നുണ്ട്. പലരുടെ ഹൃദയം പിടയ്ക്കുന്നത് എനിക്ക് ആത്മാവിൽ തിരിച്ചറിയാൻ പറ്റുന്നുണ്ട്. ഒരുമിച്ച് പ്രാർത്ഥിയില്ലേ, കർത്താവേ ഞങ്ങളെ കൃപ വിട്ടു പോകരുത്. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നേ, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും. കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂര, കണ്ടാലും വേഗം ഞാൻ വന്നിടാമെന്നൂര. ചെയ്ത പ്രിയൻ വരും പഠിക്കും. ഓ ചെയ്ത പ്രിയൻ വരും നിശ്ചയം. ഓ കാന്തനെ കാണുവാൻ നാട്ടി വളരുന്നേ, ഇല്ല പ്രത്യാശ പഠിക്കും. ഓ കാന്തനെ കാണുവാൻ നാട്ടി വളരുന്നേ, ഇല്ല പ്രത്യാശ പഠിക്കും. ഓ കാന്തനെ കാണുവാൻ നാട്ടി വളരും പഠിക്കും. ഇല്ല പ്രത്യാശ മറ്റൊന്നിലോ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാർഗോടണ് ചീടുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാർഗോടണ് പഠിക്കുമേ. അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ചു തന്റെ മാർഗോടണ് ചീടുമേ. ആ സമൂഹമതിൽ അന്നു കാത്ത
കാണുന്നതെല്ലാം പിന്നെ പുതുയുഗം വിരിയും, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയോ. പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നിത്യതയിൽ മറയും. ഓ പിന്നെ പുതുയുഗം, പിന്നെ പുതുയുഗം വിരിയും, തിരികെ വരാതെ നാം നിത്യതയിൽ മറയുന്നു. മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ, മണ്ണിലുറങ്ങിയിടുന്ന ശുദ്ധിമാന്മാർ കാഹളനാദം കേൾക്കുന്ന മാത്രയിൽ. ഓ പെട്ടെന്നുയർത്തു മാനിച്ച് പഠിക്കവരിച്ച്, പെട്ടെന്നുയർത്തു മാനിച്ച് സകലങ്ങൾ ഘോരകളെ സന്തോഷം പ്രാപിക്കും. ഓ തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം, തീരാത്ത സന്തോഷം പ്രാപിക്കും. കർത്താവുതൻ തീരനാഥൻ, ഓ പ്രധാന ദൈവദൂതൻ, ഓ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടും, ഓ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്നിടും. എത്രയോ സന്തോഷം, എത്ര